ഒരു നാടിൻ്റെ പൈതൃകവും സംസ്കാരവും സൗഹൃദ അന്തരീക്ഷവും നിലനിർത്തുന്നതിൽ ഇത്തരത്തിലുള്ള സാംസ്കാരിക സംഗമങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് പോലെയുള്ള വളരെ സെൻസിറ്റീവായ ഒരു പ്രദേശം ആ ഉത്തരവാദിത്വം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടിയും ഏറ്റെടുക്കുകയാണ്. ഒരിക്കൽ ഒരു സെമിനാറിൽ പങ്കെടുക്കവേ പ്രാസംഗികൻ ഞങ്ങളോട് ചോദിച്ചു, ബുർജ് ഖലീഫ ആദ്യമായിട്ട് ഉണ്ടായത് എവിടെയാണ്? രണ്ടാമതൊന്ന് ആലോചിക്കാതെ ഞങ്ങളെല്ലാം പറഞ്ഞു ദുബായ് ദുബായ് ദുബായ്. അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞു നോ, ബുർജ് ഖലീഫ ആദ്യം ഉണ്ടായത് ഒരു ആർക്കിടെക്റ്റിന്റെ മനസ്സിലാണ്. അദ്ദേഹം അത് ദുബായ് ഷെയ്ഖിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു, അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതൊരു ഇന്ന് കാണുന്ന ബുർജ് ഖലീഫയായി മാറുന്നു. നമ്മുടെ ഇന്നത്തെ ഈ സാംസ്കാരിക സംഗമം ആദ്യം ഉണ്ടായത് അല്ലെങ്കിൽ സംഗമിച്ചത് കാസർഗോട്ടെ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ സ്കാനിയ ബദ്രയുടെ മൈൻഡിലാണ്. അതാണ് ഇന്ന് കാണുന്ന ഈ സംഗമമായി കഴിഞ്ഞത്. ഇവിടെ എത്തിയ എല്ലാവരെയും സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സ്കാനിയ ബദ്രയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ചന്ദ്രഗിരി ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ചുള്ള സൊസൈറ്റിയെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോ പ്ലേ ചെയ്യാണ്. പോരായ്മയുടേതാണ്. ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റി കാലത്തിന്റെ ആത്മദാഹം പോരായ്മയുടേതാണ്. പോരായ്മകൾക്ക് പൂരണം കണ്ടെത്തേണ്ടത് ഉത്തരവാദിത്വ ബോധമുള്ള വ്യക്തികളുടെയും സംഘടനകളുടെയും ബാധ്യത കൂടിയാണ്. സർവ്വതിനെയും ഒരിടം കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം കൈക്കണ്ണുകൊണ്ട് വിലയിരുത്തപ്പെടേണ്ട സമൂഹം നമുക്കിടയിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട്. ചുറ്റുപാടുകളെ പാടെ വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴും പിറകിലെ കാലൊച്ചകളെ കേൾക്കാനുള്ള ഒരു കേൾവിയാണ് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത്. ചുരുക്കത്തിൽ, മേൽക്കൂരകളില്ലാത്ത ഭൂമി വീടിന്റെ അവകാശികളായി കുറെ കുട്ടികൾ ഇവിടെ കാസർഗോട്ടുമുണ്ട്. ഓട്ടിസവും ശാരീരിക അവശതകളും അനുഭവിക്കുന്ന കുട്ടികൾ കടത്തിണ്ണകളിൽ, മരത്തണലുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, തെരുവുകളിലൊക്കെ ആശയും ആശ്രയവും നഷ്ടപ്പെട്ട് അനാഥ ജീവിതം തള്ളി നീക്കുന്ന കുട്ടികൾ. അവരെ ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു ആരംഭ ഗേഹം ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റി. കാലത്തിന്റെ മാറ്റം കണ്ടറിഞ്ഞ് കാലോചിതമായ ഒരു മാറ്റം അനിവാര്യമായിരിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. ജീവിതത്തെ ഘടികാരത്തിന്റെ സൂചിപിടിപ്പുകളിൽ തളച്ചിടാതെ കാലത്തിനപ്പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണറിഞ്ഞാലേ വർത്തമാനത്തിന്റെ ദുരന്ത മുഖങ്ങളെ കണ്ടറിഞ്ഞ് ഭാവിയിലേക്കുള്ള പ്രശ്നോത്തരി നിർവഹിക്കാനാവൂ എന്ന് ബോധ്യമുള്ള ഒരു പറ്റം സുമനസ്സുകൾ അവരോടൊപ്പമുണ്ട്. അവരിൽ പ്രതീക്ഷകൾ. അവരിൽ നിന്നും തുടങ്ങുന്നു ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റി. യെസ്, അവരിൽ നിന്നും തുടങ്ങുന്നു ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റി. ഈ അവരെന്ന് പറയുന്നത് നമ്മളാണ്. ഈ നമ്മളിൽ നിന്നും തുടങ്ങുന്നു ഈ സതുദ്യമവും ഈ ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയും. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി സാംസ്കാരികമായി പലതുകൊണ്ടും ഇവിടെ ഒരു നീക്കങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. വഞ്ചലി എത്ര ചവിട്ടി നാം തീരത്ത് പുഞ്ചിരിയൊന്നു വിരിഞ്ഞു കാണുവാൻ വൈലോപ്പിള്ളി. എത്ര ചവർപ്പുകൾ കുടിച്ചു വറ്റിച്ചു നാം
ഇത്തിരി ശാന്തിനൻ ശർക്കര നുകരുവാൻ എന്ന് കക്കാട്. പക്ഷേ മധുരം നുണഞ്ഞില്ല, ശർക്കര തിന്നില്ല. ഇന്നും നാം ഈ പറഞ്ഞ ഒരു തോറ്റ ജനതയായി, നമ്മുടെ കെ എം മുഹമ്മദ് മാഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെറുകുടിഞ്ഞ പക്ഷികളായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴീ ഒരു കോവിഡിന്റെ പശ്ചാത്തലം, COVID-19 കടന്നുകൊണ്ട് എല്ലാം സ്തംഭിച്ച ഒരവസ്ഥയിലാണ്. പക്ഷേ ഈ ദിനവും കടന്നു പോകും എന്നുള്ള ബീർബലിന്റെ ആ ഒരു വാചകമാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴും നമുക്ക് സമർപ്പിക്കാനുള്ളത്. അക്ബർ രാജാവ് ഒരിക്കല് ഇതുപോലുള്ള ഒരു എപ്പിഡമിക്കിന്റെ കാലത്തായിരിക്കണം ബീർബലിനോട് ഇങ്ങനെ പറയുന്നത്. അതായത് പ്രശ്നങ്ങൾ, പ്രാരബ്ധങ്ങളുള്ളവരുടെ മനസ്സിലേക്ക് ആ വാചകം ചെന്നാൽ, അത് വായിച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടണം. സന്തോഷാധിക്യത്താൽ മതിമറന്നവർക്ക് അതിൽ നിന്ന് ഒരു മോചനവും ലഭിക്കണം. അതുപോലുള്ള ഒരു വാചകം ബീർബലെ നിങ്ങൾ ഈ കൊട്ടാരത്തിന്റെ ചുമരിൽ പതിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏറെ ചിന്താകുലനായതിനു ശേഷം അദ്ദേഹം എഴുതിയതാണ് ഈ നിമിഷവും കടന്നു പോകും എന്നുള്ളത്. ജഫർ ഗോരഖ്ബാദി അതിന്റെ ഒരു കവിതയുടെ അതിങ്ങനെയാണ് തുടങ്ങുന്നത്. തുലേ ഗമേ ജിന്ദഗി സെ ഘബറാന ഹേ ജിഗർ, തുലേ ഗമേ ജിന്ദഗി സെ ഘബറാന ഹേ ജിഗർ, ഐസാ കോയി ഷാം ഹേ ജിസ്കി സുബഹ് ന ഹോ. അതായത് ഏത് ഗനാന്തകാലത്തെയും വെളിച്ചം തോൽപ്പിക്കുമെന്ന്, ഏത് കൂരിരുട്ടിനൊടുവിലും സൂര്യൻ കത്തിത്തെളിയുക തന്നെ ചെയ്യുമെന്ന്. അതുകൊണ്ട് ആർക്കെങ്കിലും വല്ല നിരാശയും വല്ല അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നൈമിഷികമാണ്. ഇതിനേക്കാൾ വലിയ എത്രയോ പ്രശ്നങ്ങൾ അതിജീവിച്ചവരാണ് നമ്മൾ. ജനങ്ങളൊക്കെ ഒരു ശിലയായി പോയ പ്രതീതിയാണ്, എവിടെയോ സ്തംഭിച്ചു നിന്ന് പോയ ഒരു പ്രതീതി. ആരും ഒന്നും പരസ്പരം കാണാൻ തന്നെ കിട്ടുന്നില്ല. എല്ലാവരും എന്തോ, സത്യം പറഞ്ഞാൽ മൊബൈലിൽ തന്നെ പലരും ഫോൺ എടുക്കാത്ത ഒരു കണ്ടീഷൻ, പലരും നമ്മളെ ബ്ലോക്കാക്കി വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ. അതായത് ഒന്ന് ശരിക്കും പുഞ്ചിരിച്ചാൽ മുഖപടം അഴിഞ്ഞു വീഴുമോ എന്നുള്ള ശങ്ക. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന് എത്രയൊക്കെ നമുക്ക് ദുരന്തങ്ങൾ ഉണ്ടായിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി എന്ത് ദുരന്തങ്ങൾ ഉണ്ടായാലും ആ ഒരു കുറച്ചു സമയത്തേക്ക് മാത്രം, അത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ദൈനംദിന ജീവിതത്തിൽ അവൻ വ്യാപൃതനായി പഴയതൊക്കെ മറക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഏത് ഗനാന്തകാലവും വെളിച്ചം അതിനെയും തോൽപ്പിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് താൽക്കാലികമായുള്ള ഈ ഒരു നമ്മുടെ വിഷമതകളെല്ലാം മാറി നിൽക്കും. പറഞ്ഞല്ലോ, ഒരു വർഷമായി ഒരു പരിപാടിയും ഇവിടെ സാംസ്കാരികമായി നടന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഈ വീഡിയോസ് മീഡിയ ഒരു വീഡിയോ ഇറക്കിയിരുന്നു, ഞാനും റഫീഖും. അതിൽ ആദ്യം റഫീഖ് പറഞ്ഞ ഈ കോവിഡ് കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഒന്നുമില്ല, ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, പണം അതിന്റെ നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്തി ഏറ്റവും ഒരു സങ്കീർണമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. മനുഷ്യർക്ക് മനസ്സിലായി പണമല്ല, അവശ്യ വസ്തുക്കൾ കിട്ടാനില്ല. അപ്പൊ റഫീഖർക്ക് ഒരു വീഡിയോ ഉണ്ട്, എന്നിട്ട് ഞാൻ വരയ്ക്കുക KS അബ്ദുള്ള സാഹിബ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് അതിന്റെ ടൈറ്റിൽ. സത്യം പറഞ്ഞാൽ ഈ കെ എം മുഹമ്മദ് മാഷും KS അബ്ദുള്ള സാഹിബൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കാസർഗോഡിന്റെ മുഖം ഇങ്ങനെ ആയിരിക്കുമായിരുന്നില്ല ഒരു കാലത്ത്. ശേഷം ഒരു രണ്ടാം തലമുറ ഇവിടെ ഉദയം ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അതിന് പല കാരണങ്ങളുണ്ടാകാം. ഈ പറഞ്ഞ പോലെ ഇതിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ട്. മാഷെല്ലാം പറഞ്ഞാൽ ഒരു അനീതി നടക്കുമ്പോൾ പെട്ടെന്ന് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാഷെല്ലാം ഒരു പൊതുയോഗം വെക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ കോളേജിൽ പഠിക്കുമ്പോൾ സ്വകാര്യ മേഖലയിൽ 16 പോളിടെക്നിക്കുകൾ അനുവദിക്കുക എന്നതിനെതിരെ ഞങ്ങൾ സമരം ചെയ്ത് പോലീസുകാർ വന്ന് അടിച്ചു പൊടിയാക്കി ഞങ്ങളൊക്കെ പിടിച്ചു കൊണ്ടുപോയി സ്റ്റേഷനിലിട്ട്. മാഷ് വന്ന് നമ്മളെ ഇറക്കി. അന്ന് ഈവനിങ്ങിൽ ബസ് സ്റ്റാൻഡിൽ ഒരു പൊതുയോഗമാണ്. പോലീസുകാർ പിശാചിന്റെ സന്തതികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഷ് കത്തിപ്പടർന്ന്. ഇതിനൊക്കെ പ്രചോദനമായി നിന്നത് KS അബ്ദുള്ള സാഹിബാണ്. എന്തൊരു ഉണ്ടെങ്കിലും അബ്ദുള്ള സാഹിബോട് പറഞ്ഞാൽ. പക്ഷെ ഇന്ന് നമുക്ക് അതുപോലുള്ള ഒരാളില്ല. ആ ഒരു ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ പരിപാടിയെ കുറിച്ച് ആസൂത്രണം ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങൾ നമുക്ക് നല്ല ഒരു വെൽവിഷറെ കിട്ടും, നമ്മുടെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കാൻ. അങ്ങനെയാണ് ഞങ്ങൾ UK യൂസഫിനെ സമീപിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് UK യൂസഫിന് രണ്ടാം KS അബ്ദുള്ള സാഹിബിനെ ദർശിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. ഞങ്ങളുടെ ഈ ആവശ്യം യൂസഫിനോട് പറഞ്ഞപ്പോ ഇരു കയ്യും നീട്ടി സ്വീകരിച്ച് ഗോ അഹെഡ് സ്കാനിയ
അതായിരുന്നു ആ ഒരു പ്രചോദനം, ആ ഒരു മോട്ടിവേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നത്. കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്മൂത്തായി ചെയ്യും, ഒരു പ്രശ്നമില്ല. പക്ഷെ നമുക്ക് പിന്നിൽ നിന്നും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ, ഗോ അഹെഡ്, ഐ ആം വിത്ത് യു, ഈ ഒരു ഇത് മതി, ഈ ഒരു സപ്പോർട്ട്. അതിന്റെ പിന്നിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചതും. ഇന്ന് ഈ കാണുന്ന ഈ ഒരു ഇത്ര ഓഡിയൻസ്, ഈ കോവിഡ് പ്രോട്ടോകോൾ നിലവിലുള്ള കിടക്കെ തന്നെ ഇത്രയെല്ലാം നമ്മുടെ ഈ മുഖങ്ങളും ഒക്കെ കാസർഗോഡിന്റെ സാംസ്കാരിക എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ഇതിന് വന്ന് തന്നെ ഇതൊരു വലിയ ഒരു സന്തോഷമാണ്. നിങ്ങൾ ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും നെഞ്ചേറ്റുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇത്. അപ്പോ എല്ലാ ഈ നമ്മുടെ നമ്മുടെ പത്മശ്രീ ഡോക്ടർ അലി മണിക് ഖാനെ തന്നെ ഇവിടെ കൊണ്ടുവരുന്നത് നമുക്ക് നിർബന്ധമായിരുന്നു. 7ാം ക്ലാസ് ഡ്രോപ്പ് ഔട്ടാണ്. അതിനുശേഷമാണ് ഈ സമുദ്ര ശാസ്ത്രജ്ഞൻ, ഗോളശാസ്ത്രജ്ഞൻ, ഭൂമിശാസ്ത്രജ്ഞൻ, കൃഷി വിദഗ്ധൻ, ഇങ്ങനെ പല അദ്ദേഹത്തിന്റെ അവനാഴിയിൽ ഒരു അമ്പുകൾക്കും പഞ്ഞമില്ല. എങ്ങനെ അലി മണിക് ഖാനെ ബന്ധപ്പെടും? ലക്ഷദ്വീപിലുണ്ടാവും, ഇനിയിപ്പോ തമിഴ്നാട്ടിലുണ്ടാവും, ഇനിയിപ്പോ കേരളത്തിലുണ്ടാവും. അങ്ങനെയാണ് വചന ബുക്സിന്റെ സിദ്ദീഖ് ഭായിയുമായിട്ട് ബന്ധപ്പെട്ടത്. സിദ്ദീഖ് ഭായി പറഞ്ഞ് ഞാൻ നമ്പർ തരാം, നീ ഒന്ന് വിളിച്ചു നോക്കുക. അങ്ങനെ ഞാൻ വിളിച്ചപ്പോ മാഡം ഫോൺ എടുത്ത് പറഞ്ഞ് സ്കാനിയ ഒരുപാട് ഇങ്ങനെ ഡെയിലി പ്രോഗ്രാമുകളാണ്, ഒരു ദിവസം പോലും ഒഴിവില്ല, നോമ്പ് കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാമാണ്. അപ്പൊ എങ്ങനെയെങ്കിലും താത്ത ഒരു കാസർഗോഡ് എന്ന് പറഞ്ഞാൽ അവരെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഒന്ന് താത്ത പിന്നെ ഡയറിയൊക്കെ തപ്പി നോക്കി ഈ ഏപ്രിൽ 1 ഡേറ്റ് കിട്ടി. അപ്പൊ ഏപ്രിൽ 1 കുറിച്ച് പറയുമ്പോ ചിന്നേട്ടൻ പറഞ്ഞു ഏപ്രിൽ 1 ഫുൾ ഡേ അല്ലേ, വിട്ടികളുടെ ദിവസമല്ലേ എന്നുള്ളത്. അപ്പൊ അതിന് നമ്മൾ മറുപടി കൊടുത്തു, അത് വിട്ടികൾക്കാണ്, വിട്ടിദിനം വിട്ടികൾക്കാണ്, വിവേകികൾക്ക് ഇത് വിവേകത്തിന്റെ ദിനമാണ്. ജനങ്ങൾ ഫുൾ ഡേ ഒക്കെ മറന്നിട്ട് ആരും കുറയായി. രണ്ടാമത്തെ ആവശ്യം കോഴിക്കോട് നാരായണൻ നായർ 300-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ച അവസാന ദൃശ്യ ഫിലിമിലെ സുലൈമാൻ. എങ്ങനെ മറക്കും ഈ ഒരു കഥാപാത്രത്തെ? എന്റെ അറിവിൽ ഔദ്യോഗികമായി ഒരു പരിപാടിയിൽ ഇവിടെ നാരായണൻ സാർ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ മാഷ് അബ്ദുറഹ്മാനെ ബന്ധപ്പെട്ടപ്പോൾ എങ്ങനെയെങ്കിലും വഴിയുണ്ടാക്കി തന്നെ ജീവൻ നാസറിനെ ബന്ധപ്പെട്ടു. ജീവൻ നാസർ ഏതോ ഫിലിമിന്റെ തിരക്കിൽ ഏതോ കാട്ടിന്റെ ഉള്ളിലാണ്, ഫോൺ കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയോ നെജിലിനെ കിട്ടി, നെജിൽ നാരായണനെ കൊണ്ടെത്തിച്ച്, അതും നമ്മുടെ ആഗ്രഹം സഫലമായി. പിന്നെ ആദരിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. പിന്നീടാണ് പലരും ആദരിക്കപ്പെടേണ്ടത് ഇത്ര മാത്രമല്ല കൂടുതൽ ആൾക്കാർ. ഇതെല്ലാം ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അതില് സായിറാം ഗോപാലകൃഷ്ണ ഭട്ട് 264 വീടുകളും മറ്റുള്ള എല്ലാമായി പുതുതായി ഒന്നും പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെ കുറിച്ച്. 2 പ്രാവശ്യം ഞങ്ങൾ പോയി. ആദ്യം പോയപ്പം പറഞ്ഞ് സ്കാനിയ കാലൊക്കെ ഭയങ്കര ഇങ്ങനെ വീർത്തിരിക്കുകയാണെന്ന് നോക്ക്, എങ്ങനെ ഞാൻ ജീവനുണ്ടെങ്കിൽ വരാം. ഇന്നലെ ഞാനും സുലേഖ മാഡമും നമ്മുടെ സഫറും ഇവരൊക്കെ കൂടി അഷ്റഫൊക്കെ കൂടി പോയി. തീരെ അവശനാണ്, കിടപ്പിലാണ്. ഒന്നും നമ്മളെ നിർബന്ധിക്കുന്നത് തന്നെ തെറ്റാണെന്ന് തോന്നുന്നു. പക്ഷേ സായിറാം ഗോപാലകൃഷ്ണ ഭട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്നിവിടെ ഉണ്ട്. ഒരു മർമ്മരമായി നമുക്ക് മുന്നിൽ തൂങ്ങി നിൽക്കുന്നുണ്ട്. മറ്റൊരാൾ റഹ്മാൻ തൈലങ്ങാടി. റഹ്മാൻ ചാക്കും പ്രശ്നം ഇത് തന്നെ, വാക്സിനേഷന്റെ പ്രശ്നം, കോവിഡിന്റെ പ്രശ്നം, പൊതുവിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, ശാരീരികമായിട്ട് അവശനാണ്. എന്നാലും എന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിലും ചാരിതാർത്ഥരായി. പിന്നീട് ആദരിക്കാനുണ്ടായിരുന്നത് നമ്മുടെ അബ്ദുറഹ്മാൻ ജാസ്മിൻ ഗ്രൂപ്പിന്റെ അബ്ദുറഹ്മാൻ വളരെ തിരക്കുള്ള മനുഷ്യനാണ്. കോഴിക്കോട്, കണ്ണൂര് ഈ പരിപാടിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സ്വപ്നയെ വിചാരിച്ചതല്ല അബ്ദുറഹ്മാൻ എത്തും എന്നുള്ളത്. അബ്ദുറഹ്മാൻ എവിടെ ഹാജരായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുലേഖ മാഹി, എല്ലാ വീഡിയോയിലും വർക്കിയിട്ട് ആരാണ് സുലേഖ മാഹിന്? കരുണ എന്നത് കണ്ണീരൊലിപ്പിക്കുന്ന ഒരു വികാര ദൗർബല്യമായിട്ടല്ല, ചടകുടഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന പ്രതിഷേധ ശക്തിയായിട്ടാണ് സുലേഖ മാഹിയിൽ വർത്തിക്കുന്നത്. ഏത് തൂണിലും തുരുമ്പിലും സുലേഖ മാഹിന്റെ സാന്നിധ്യമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കാർ റാലിയിൽ നമ്മുടെ കാസർഗോഡ് ശുദ്ധമായ മേൽവിലാസം ഉണ്ടാക്കി തന്ന മൂസ ഷെരീഫും നമ്മുടെ മുജീബുർ റഹ്മാനും എന്തുകൊണ്ടും എപ്പോഴേ ആദരിക്കപ്പെടേണ്ടവരാണ്. വൈകി എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ സിനിമ, നാടകം, സാംസ്കാരിക ലോകത്ത് നിന്ന് കാസർഗോഡ് ചിഹ്ന ഉമേഷ് ചാലിയാൻ,
തീർച്ചയായും ആദരിക്കേണ്ടതാണ്. മറ്റൊരാൾ ഡോക്ടർ MK കുമ്പളയാണ്. ശാരീരിക അവശത മൂലം വരാൻ പറ്റിയിട്ടില്ല, കണ്ണിന് പ്രശ്നമുണ്ട്, സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് മതി. അദ്ദേഹത്തെയും നമ്മൾ ഇതിനെ ഈ ആദരിക്കേണ്ട പരിപാടിയിലേക്ക് നമുക്ക് എത്തിയതിൽ വളരെയധികം നമ്മൾ ചാരിതാർത്ഥ്യരാണ്. പിന്നെ നമ്മുടെ സലാം സാർ ഒരു ഗവൺമെന്റ് സെക്ടറിൽ നിന്നുകൊണ്ട് തന്നാല് കഴിയുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏത് അങ്ങേയറ്റം വരെ പോവാൻ പറ്റും, അതാണ് സാർ. ആ ഒരു പോസ്റ്റ് നിന്നുകൊണ്ട് അവശത അനുഭവിക്കുന്നവരെ, കണ്ണീര് കുടിക്കുന്നവരെയൊക്കെ സാറ് സഹായിക്കുന്നത് സത്യത്തിൽ ഞാനൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എങ്ങനെ ഇതൊക്കെ ഒരാൾക്ക് സാധ്യമാകുന്നു എന്നുള്ളത് അതിനുള്ള സലാം സാർ. പിന്നെ വേറെ ഇപ്പൊ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? പ്രഭാതവുമായി ദിവസവും കടന്നു വരുന്ന എനിക്ക് ഈ കാസർഗോഡിന്റെ ഈ കാപ്പികളെ കുറിച്ച് പറയുമ്പോൾ അമീച്ചയെ കുറിച്ച് പറയുമ്പോൾ 100,000 നാവാണ് ഇങ്ങനെ. പക്ഷെ സമയക്കുറവ് മൂലം ഇവിടെ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഫേസ്ബുക്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ എഴുതാറുണ്ട് അമീച്ച. എന്തിന് 3 പ്രാവശ്യം അതായത് മാപ്പിളപ്പാട്ട് മത്സരത്തില് സ്വർണ്ണ മെഡൽ നേടിയ G. ശങ്കരക്കുറുപ്പ് തൊട്ട് ജോസഫ് മുണ്ടശ്ശേരി തൊട്ട് അക്കിത്തും തൊട്ട് എല്ലാവരും അന്ന് അമീച്ചക്ക് പ്രായം 15 അങ്ങനെ 12 13. അപ്പൊ വിത്ത് ഗുണം 10 ഗുണം കുഞ്ഞ് മാഷിന്റെ അതായത് ഇതിനും വേണ്ടി തന്നെ ജനിച്ചവര്. കൂടുതൽ നിൽക്കുന്നില്ല, സ്വാഗതം പറയിക്കേണ്ടതാണ് എന്റെ ഒരു കർത്തവ്യം. എല്ലാവർക്കും ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ തന്നിരിക്കുന്നത് അധികം. അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും പേര് പറഞ്ഞ് ഇങ്ങനെ സ്വാഗതം പറയുമെന്നുള്ളതാണ്. ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് സർജനാണ് അദ്ദേഹം. ആസ്റ്റർ മിംസിന്റെ എല്ലാ ഹോസ്പിറ്റലിലും പ്ലാസ്റ്റിക് സർജറിയുടെ ഹെഡാണ് അദ്ദേഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതകാരുടെ മേഖലയിലേക്ക് ആസ്റ്റർ ചില സംഭാവനകൾ ചെയ്യുന്നുണ്ട്, അർപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡോക്ടർ കൃഷ്ണകുമാർ സാർ 2 വാക്ക് പറയുന്നതായിരിക്കും. അപ്പോ കൃഷ്ണകുമാർ സാറിനെ ഈ വേദിയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ശേഷം നമ്മുടെ ജാസ്മിൻ അബ്ദുൾ റഹ്മാൻ സാർ, നമ്മുടെ ഉമേഷ് ചാലിയാൻ, നാരായണൻ നായർ, അലി സാർ, UK യൂസുഫ്, അബ്ദുസലാം സാർ, ഷാഫിച്ച, കൃഷ്ണൻ സാർ, ചിന്ന സാർ, മൂസ ഷെരീഫ്, അൻവർ സാദ്, കേസ് അബ്ദുള്ളയുടെ മകൻ അൻവർ സാദത്ത്. മറ്റൊരു കേസ് എത്തിച്ചാൽ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം, പുഷ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അൻവർ സാദത്തെ വെറുതെ വരാൻ പറ്റുന്നില്ല. കാരണം കലയെ സംസ്കാരത്തെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അൻവർ സാദത്ത് സാർ, അമീൻ സാർ, ഷാഫിച്ചുണ്ട് നാലപ്പാട് ഷാഫിച്ച. ഒരു സാംസ്കാരിക ഗീതിയും ഷാഫിച്ച നോ എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഷാഫിച്ചാന്റെ ഒരു പ്രത്യേകത. ഇത്തരം ആൾക്കാർ പഴയ അതായത് പൂർവാധികം ശക്തിയോട് ഇനി ഉണർന്നു വരണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഷാഫിച്ച പിന്നെ ഫറൂഖ് ആസ്മി ലയൺസ് ക്ലബുമായിട്ട് ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. ഫറൂഖ് ആസ്മിയും PA ഷാഫി മാധ്യമരംഗത്തെ കുലപതി, പിന്നെ സുലേഖ മാഹി, മുജീബ്, നാസർ മക്രാൻ വാർഡ് മെമ്പറാണ്. പല പ്രതീക്ഷകളും നമുക്കുണ്ട്. പുതിയ വൈസ് പ്രസിഡന്റാണ്. അതെ, പല പ്രതീക്ഷകളും നമുക്കുണ്ട്. നാസറില് താത്ത വന്നിട്ടുണ്ട്. അലി മണിക് ഫാൻ്റെ വൈഫ് വന്നിട്ടുണ്ട്. നിസാർ ഷാ, ഉസ്മാൻ കടവത്ത്, അമീൻ ചക്കോടി അടക്കം KHM, റഫീഖ്, ദുല്ലച്ച ഉണ്ട്, താജുദ്ദീൻ ബാങ്കോട് ഉണ്ട്. പ്രസിഡന്റ് കൊണ്ട് മാസ്മരിക്കുന്ന താജുദ്ദീൻ ബാങ്കോട് നല്ല ഒരു വേദി കിട്ടുമ്പോ താജുദ്ദീനുണ്ട്, നമ്മുടെ പടിഞ്ഞാർച്ചയുണ്ട്. പിന്നെ പേര് പറഞ്ഞു അങ്ങനെ താഴെ തൊട്ട് എല്ലാവരും മറ്റേ പേര് മറന്നുപോയി. മഹാനായ അങ്ങനെ നമ്മളതാ എല്ലാവരും ദുല്ലച്ചയുണ്ട്, നമ്മുടെ സർഫീസ ഉണ്ട്. അതുകൊണ്ട് പേര് വിട്ടുപോയിട്ടുള്ളതും പേര് പറയാൻ അറിയാത്തതും ഹമീദ് ഉണ്ട്, ചേരങ്കൈ, അബ്ദുല്ല ഗുരുക്കളുണ്ട്, PE ഉണ്ട്, കല്ലച്ച ഉണ്ട്, സായി വള്ളൂർ ഉണ്ട്, സലാമുണ്ട്, ബഷീർ ഉണ്ട്. എല്ലാവരും എല്ലാവരും പേര് പറഞ്ഞതും പറയാത്തതുമായ എല്ലാവരെയും ആർദ്രമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി UK യൂസുഫ് സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. എന്റെ സഹോദര സമുദായങ്ങളെ വളരെ നല്ല ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് ആദ്യമായി സ്കാനിയെയും കാബിലിനെയും റഫീഖിനെയും മാഷിനെ ഞാൻ അഭിനന്ദിക്കുന്നു.
തീർച്ചയായും നമ്മൾ ആദരിക്കപ്പെടേണ്ടവർ തന്നെ വേണം, അംഗീകരിക്കപ്പെടേണ്ടവർ അംഗീകരിക്കപ്പെടേണ്ടത് തന്നെ വേണം. ഇത്രയും നല്ലൊരു ചടങ്ങ് ഈ ലാസ്റ്റ് ഒരു വർഷത്തിന് ശേഷം ഇത്രയും ധൈര്യം കാണിച്ച, ഇത്രയും ഒരു ഭംഗിയായ ചടങ്ങ് അവതരിപ്പിച്ച ഇവരോട് എങ്ങനെ എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കണമെന്ന് എനിക്കറിയുന്നില്ല. ഒരു 2 ആഴ്ച മുമ്പ് എന്റെ വീട്ടിൽ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു കാര്യം അവതരിപ്പിച്ചപ്പോൾ ഞാൻ ആദ്യമായി ചോദിച്ചത് ആർക്കൊക്കെയാണ് നിങ്ങൾ ഈ അംഗീകാരങ്ങൾ അവാർഡുകൾ നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ ഈ ഒരു ലിസ്റ്റ് കാണിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായും അവർ അംഗീകരിക്കപ്പെടേണ്ടവർ തന്നെയാണ്, തീർച്ചയായും ഞാൻ കൂടെ ഉണ്ടാകുന്നത്. ആ വാക്ക് ഞാൻ പാലിച്ചുകൊണ്ട് തീർച്ചയായും നമുക്ക് കൂടെ ഉണ്ടാകുന്ന അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ എന്റെ നന്ദിയും കടപ്പാടും സ്നേഹം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി കൃഷ്ണൻ പത്തനത്തിനെ ക്ഷണിച്ചു. നമസ്കാരം. ആദരണീയരെ, ബഹുമാന്യരെ, പ്രിയമുള്ളവർ, പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. രാജ്യത്തെ പരമോന്നത ബഹുമതികളിലൊന്നായ പത്മശ്രീ രാഷ്ട്രം നൽകി ആദരിച്ച വ്യക്തിത്വം. കരയും കടലും ആകാശവും എന്നുവേണ്ട എല്ലാ മേഖലകളെക്കുറിച്ചും ഗവേഷണം നടത്തി 14 ഭാഷകൾ സ്വായത്തമാക്കി ഒരു കടുകുമണിയുടെ അഹങ്കാരം പോലും ഇല്ലാത്ത പത്മശ്രീ ഡോക്ടർ അലി മണിക് ഖാൻ വിവിധ വേഷങ്ങൾ ചെയ്ത അഭിനയ മികവിലൂടെ സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയ പ്രശസ്ത ചലച്ചിത്ര നടൻ ആദരണീയനായ ശ്രീ നാരായണൻ നായർ, അന്തിയുറങ്ങാൻ വീടില്ലാത്തവർക്ക് അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി പാവങ്ങൾക്ക് വീട് നൽകി ജീവകാരുണ്യത്തിന് ഒരു മാതൃകയായ സായിറാം ഗോപാലകൃഷ്ണ ഭട്ട്, നമ്മുടെ ജനറൽ സെക്രട്ടറി സ്കാനിയ, അദ്ദേഹത്തിന്റെ അസാന്നിധ്യം പറയുകയും എന്നാൽ മനസ്സ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ പത്രപ്രവർത്തനം ഒരു പക്ഷം പിടിക്കലല്ല, മറിച്ച് നീതി നിഷേധത്തിന്റെ ആളുകൾക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പോരാടുകയാണ് എന്ന് സ്വതുജീവിതത്തിലൂടെ തെളിയിച്ച ആദരണീയനായ റഹ്മാൻ തായലങ്ങാടി, അതുപോലെ തന്നെ നമ്മുടെ കലാ, കായിക, രാഷ്ട്രീയ, സേവന, ആരോഗ്യ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒട്ടേറെ പേരാണ് ഈ വേദിയിലുള്ളത്. ആദരണീയനായ ഡോക്ടർ UK കുമ്പള, ശ്രീ ചക്കഞ്ചാൽ അബ്ദുൾ റഹ്മാൻ, ശ്രീ മൂസ ഷെരീഫ്, ശ്രീ UK യൂസഫ്, ശ്രീ മുജീബ് റഹ്മാൻ, ശ്രീ ഉസ്മാൻ അഹമ്മദ്, ശ്രീ കാസർഗോഡ് ചിന്ന, ശ്രീ PS ഹമീദ്, ശ്രീ ഉമേഷ് M സാരിയാൻ, ഫർഹാൻ യാസിൻ, നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ, നമുക്കറിയാം ചെറിയ തുച്ഛമായ ശമ്പളത്തിൽ ഉദ്യോഗത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ തൻ്റെ ആ ശമ്പളത്തിൽ നിന്ന്, വരുമാനത്തിൽ നിന്ന് അവരുടെ വിദ്യാഭ്യാസവും മറ്റും നൽകി അവർ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ പ്രയത്നിച്ച ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ വി അബ്ദുൽ സലാം സാർ, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിറസാന്നിധ്യമായ ശ്രീമതി സുലൈഖ മേഡം തുടങ്ങിയവരുടെ മഹനീയ സാന്നിധ്യവും അതുപോലെ തന്നെ അവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് സമ്പന്നവുമായ ഒരു വേദിയാണ് നാം ഇവിടെ ഉണ്ടാക്കിയത്. നമുക്കറിയാം, ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ആദരം ഹൃദയാദരം എന്ന ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത്. ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയും മിഡോസ് മീരയുമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു പുണ്യപ്രവൃത്തിയായി കണ്ട് ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മാരക രോഗം, കഠിന ദാരിദ്ര്യം എന്നിവ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ സഹായിച്ചും
അവരെ ആശ്വസിപ്പിച്ചും അവരുടെ അത്താണിയെ പ്രവർത്തിക്കുന്നവർ എല്ലാ പ്രവൃത്തികളും ഇവിടെ ശ്ലാഘനീയമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചില ചിന്തയോടെ ഈ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ളവരുടെ വിവിധ രംഗങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ, അവർ കുറച്ചു പേർ ചേർന്ന് മിഡിൽസ് മീഡിയയുടെ ഓഫീസിൽ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റി. ബഹുമാന്യനായ ഈ യോഗത്തിന്റെ അധ്യക്ഷനായ ശ്രീ UK യൂസഫ് അവർകളാണ് ഈ സംഘടന മുഖ്യ രക്ഷാധികാരി. ഇതിന്റെ മുഖ്യ ഉപദേഷ്ടാവ് ശ്രീ അബ്ദുൽ സലാം സാറാണ്. ശ്രീ കൃഷ്ണപത്താനത്ത് പ്രസിഡന്റ്, ശ്രീ റഫീഖ് അബ്ദുള്ള വൈസ് പ്രസിഡന്റ്, ശ്രീ സ്കാനിയ ബദ്രിയ ജനറൽ സെക്രട്ടറി, ശ്രീ ഹമീകാവിൽ സെക്രട്ടറി, ശ്രീ അഷറഫ് ബദ്രിയ ട്രഷറർ എന്നിവർ ഭാരവാഹികളും, ശ്രീമതി സുലൈഖ മാഗിൻ, അമീർ പള്ളിയാൻ, മിസ് അസീബിയ തുടങ്ങിയവർ കമ്മിറ്റി അംഗങ്ങളുമാണ്. ഈ കൂട്ടായ്മയിൽ നിന്നാണ് ഓട്ടിസം ബാധിച്ചവരെ എങ്ങനെ പ്രത്യേകമായി സഹായിക്കാം എന്നത് ഞങ്ങളിൽ ചിന്ത ഉണർന്നത്. അവരുടെ സിംഗിൾ കാരിങ്, അവരുടെ ഗ്രൂപ്പ് കാരിങ്, അവരുടെ പുനരധിവാസം, ഇവയെ കുറിച്ചാണ് ഞങ്ങൾ വളരെ ഗഹനമായി ആലോചിച്ചത്. നമുക്കറിയാം, നമ്മുടെ ഈ ജില്ലയിലെ വടക്കൻ ഭാഗങ്ങളിലൊക്കെ തന്നെ അവർക്ക് വേണ്ടി ബെഡ്സ് സ്കൂളുകളുണ്ട്. കാസർഗോഡ് അത്തരം സ്കൂളുകളുടെ പരിമിതി ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർക്ക് അവരുടെ ആ പ്രയാസങ്ങൾ, അവരുടെ ആ ബുദ്ധിമുട്ടുകൾ അവരുടെ രക്ഷിതാക്കളൊക്കെ ഒപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ഏറ്റെടുത്ത്. ഞങ്ങൾക്കറിയാം, ജില്ലയിലെ ഒട്ടേറെ പേർ ഈ രോഗം മൂലം കഷ്ടപ്പെടുന്നു. അവരുടെ പുനരധിവാസം അത്ര എളുപ്പമല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈ പുണ്യപ്രവൃത്തിയുമായി മുന്നോട്ട് പോകുമ്പോൾ കാരുണ്യത്തിന്റെ ഉറവ പറ്റാത്ത സമ്പന്ന മനസ്സിന്റെ ഉടമകളായ സമൂഹത്തിലെ ഉന്നതരായ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. സുമനസ്സുകളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ നീട്ടുന്നില്ല. സപ്തഭാഷാ സംഘഭൂമിയായ കാസർഗോഡ്, ഈ കാസർഗോഡിന്റെ മണ്ണിൽ വളരെ വിശിഷ്ടരായ അതിഥികളോട് എത്തിയിരിക്കുകയാണ്. അവർ വിശിഷ്ട വ്യക്തികളാണ്. രാഷ്ട്രം ഉൾപ്പെടെ അവരെ ആദരിച്ച വ്യക്തികൾ. ആ ആദരിച്ച വ്യക്തികളെ ഈ കോവിഡ്-19 പശ്ചാത്തലമില്ലെങ്കിൽ ഈ കാസർഗോഡിന്റെ രാജ്യവിനെ പുളകമണിയിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് വാദ്യഘോഷമേളങ്ങളോടെ നമുക്ക് ആനയിക്കാമായിരുന്നു. പക്ഷേ ഈ ഒട്ടേറെ ദുരന്തങ്ങളും കടന്നു പോകുമ്പോൾ നമുക്ക് അതൊക്കെ മാറ്റി നിർത്തേണ്ടി വരുന്നത് കൊണ്ടാണ് ഈ പരിപാടി ഈ ഹാളിൽ പരിമിതപ്പെടുത്തിയത്. നമുക്കറിയാം, നല്ല മനസ്സിന്റെ ഉടമകളായ നിങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയുന്നു, ഒട്ടേറെ പേർ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ സഹായിക്കാനുണ്ട്. അവരുടെയൊക്കെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഈ നമ്മുടെ ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റി നിങ്ങളെല്ലാവരുടെയും സഹായത്തോടെ ഈ കൂട്ടായ്മ മുന്നോട്ട് പോകും. നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ഈ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ അലി മണിക് ഖാൻ അവരുടെ പൊന്നാട അണിച്ച് ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ അധ്യക്ഷൻ UK യൂസഫ് അവരുടെ ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി പത്മശ്രീ അലി മാണിക് അവരുടെ ക്ഷണിക്കുന്നു. അടുത്തത് കോഴിക്കോട് നാരായണൻ നായർ അവരെ ആദരിക്കുന്നതിന് വേണ്ടി ആസ്റ്റർ മിൽസിന്റെ പ്രതിനിധി ഡോക്ടർ കൃഷ്ണകുമാർ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് നാരായണൻ നായർ അവർകളെയും ക്ഷണിക്കുന്നു. Thank you, Dr. Krishnan sir. Thank you, Yusuf sir. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ആസ്റ്റർ ലാബ്സിന്റെ പ്രതിനിധി ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലുള്ള പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളും നമ്മളോട് കൂടെ ഈ സഹായം ചെലവഴിക്കാൻ വന്ന എല്ലാ അതിഥികളെയും ഞാൻ ആദ്യമായി നമസ്കാരം പറഞ്ഞ പോലെ ഞാൻ ഡോക്ടർ കൃഷ്ണകുമാറാണ്. ആസ്റ്റർ ഗ്രൂപ്പിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവിയാണ്. ഈ നല്ലൊരു സഹായം കാസർഗോഡ് നല്ല ആൾക്കാരുമായിട്ട് ചെലവഴിക്കാൻ കുറച്ച് സമയം ഞങ്ങൾക്ക് വേദി ഒരുക്കി തന്ന സ്കാനിയ അവറുകളെയും ചന്ദ്രഗിരി ചാരിറ്റബിൾ അസോസിയേഷന്റെ ഭാരവാഹികളോട് ആദ്യമായിട്ട് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ആ വീഡിയോ പ്രസന്റേഷൻ കണ്ടപ്പോൾ ഈ അസോസിയേഷൻ നിരാലംബ രണ്ട് ഗ്രൂപ്പുകളുടെ ആസ്റ്റർ ഗ്രൂപ്പിന്റെയും ചന്ദ്രഗിരി ഗ്രൂപ്പിന്റെയും ഒരു സംഗമമായിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത്. ഇത് അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചന്ദ്രഗിരി അസോസിയേഷൻ ചെയ്യുന്നുണ്ട്. ഇതേ ചിന്താഗതി തന്നെയാണ് ആസ്റ്റർ ഗ്രൂപ്പിനുമുള്ളത്. നിങ്ങൾക്കെല്ലാം അറിയാം, ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആദ്യത്തെ ആശുപത്രി 2001 കോഴിക്കോടാണ് തുടങ്ങിയത്. അതിന്റെ 20ാം വാർഷികമാണ് ഇപ്പോൾ വരുന്നത്. ആ 20ാം വാർഷികത്തിന്റെ ഭാഗമായി ചെയർമാൻ പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പനും ക്ലസ്റ്റർ സിഇഒ ഫർഹാനിയാസിനും കൂടി ഒരുപാട് പുതിയ പരിപാടികൾ ആവിഷ്കരണം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ 12 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുടുംബത്തിലുള്ള എല്ലാ കുട്ടികൾക്കും പൂർണ്ണമായും സൗജന്യമായിട്ട് അടിയന്തര ശസ്ത്രക്രിയ, ചികിത്സ മുതലായ എല്ലാ സജ്ജീകരണങ്ങളും ആസ്റ്റർ ഗ്രൂപ്പിലെ എല്ലാ ആശുപത്രിയും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ചികിത്സ അഫോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ ചികിത്സ താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞും ജീവൻ നഷ്ടപ്പെടുകയോ ഇനി അസുഖം സഹിക്കേണ്ട ഒരു ആവശ്യം ഇനി ഉണ്ടാകുകയില്ല എന്നൊരു വാഗ്ദാനം നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, കുട്ടികൾക്ക് മാത്രമല്ല, പ്രായപൂർത്തിയുള്ള ആൾക്കാർക്കും ഇത് ചികിത്സ താങ്ങാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ ആസ്പിന്റെ ചാരിറ്റി വിങ് ഉണ്ട്. ആ ചാരിറ്റി വിങ്ങിൽ കൂടി കഴിയുന്നതും മാക്സിമം മിനിമം എമൗണ്ടിൽ നമ്മൾ ആ അടിയന്തര ചികിത്സ എല്ലാവരിലും എത്തിക്കും എന്ന് ഉള്ള വാക്കും ഞാൻ നിങ്ങളോടുകൂടി ഞാൻ ഷെയർ ചെയ്തുകൊള്ളുകയാണ്. പിന്നെ ഇപ്പോൾ കണ്ണൂരിലെ ആസ്റ്റർ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇനി ആസ്റ്റർ ഗ്രൂപ്പിന്റെയും ചെയർമാന്റെയും ഭാവനയിലുള്ളത് കാസർഗോഡുള്ള സമൂഹത്തിന് ആസ്റ്റർ ഗ്രൂപ്പിന്റെ സേവനം എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ അരമന ആശുപത്രിയുമായിട്ട് ടൈപ്പ് ചെയ്ത് ആസ്റ്റർ ഗ്രൂപ്പിലെ പ്രഗത്ഭരായ ഡോക്ടർമാരെല്ലാവരും തന്നെ തവണകളായിട്ട് ടേൺസ് വെച്ചിട്ട് ഓരോ ആഴ്ചയും അരമന ആശുപത്രിയിൽ നമ്മുടെ സേവനം നമ്മൾ തരുന്നുണ്ട്. ഇതിന്റെ തുടക്കം മാത്രമാണ്. ഇത് വലുതാകുന്നിടത്തോളം ടെമ്പററി ബേസിലല്ല, ഒരു പെർമനന്റ് ബേസിലും പ്രഗത്ഭരായ എല്ലാ ഡോക്ടറുടെ സേവനങ്ങൾ നിങ്ങൾക്ക് കാസർഗോഡുള്ള സമൂഹത്തിന് തീർച്ചയായും കിട്ടുന്നതായിരിക്കും. ഇത് മാത്രമല്ല, ഇത്രയും നാടും വടക്കൻ കേരളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖമോ ഒരു ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ മംഗലാപുരം എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ഒരു ചിന്ത പോകുന്നത്. ഇത്രയും പുതിയ ഡെവലപ്മെന്റ്സും പുതിയ സജ്ജീകരണവും ഉണ്ടായതുകൊണ്ട് ഇവിടുന്ന് മംഗലാപുരത്ത് പോകുന്നതിന് വിപരീതമായി മംഗലാപുരത്ത് നിന്ന് പല രോഗികളും ഇങ്ങോട്ട് കാസർഗോഡും കണ്ണൂരും എത്രയോ രോഗികൾ വന്നു തുടങ്ങി. ഇത് നമ്മുടെ വടക്കൻ കേരളത്തിന്റെയും മലബാറിന്റെ ഒരു അഭിമാനകരമായ ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാനിത് കാണുന്നത്. ഇത് പറഞ്ഞ തുടക്കം മാത്രമാണ്. ഒരുപാട് പുതിയ സേവനങ്ങൾ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ഭാഗമായി ഇനി കാസർഗോഡ് തീർച്ചയായും എത്തിക്കൊണ്ടിരിക്കും. ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വേദി ഇതിലൊരുക്കിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സായാഹ്നം കുറച്ച് സമയമെങ്കിലും നിങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ കിട്ടിയ അവസരത്തിന് എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.
താങ്ക് യു വെരി മച്ച് കൃഷ്ണകുമാർ സർ. ആസ്റ്റർമെൻസിന്റെ ചെയർമാൻ ഫറാൻ യാസിൻ സാറിനോട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ ഫറാൻ യാസിൻ സാർ ആദ്യം പറഞ്ഞത്, ഞങ്ങൾ വെറുതെ നിങ്ങൾ വേദിയിൽ വന്നിട്ട് പോയിട്ടൊന്നും കാര്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ആൾക്കാർക്ക് ഓഫർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ, കാസർഗോഡ് ക്യാൻസർ ബാധിതരായിട്ടുള്ള പാവപ്പെട്ടവർക്ക് ആസ്റ്റർമെൻസ് എല്ലാ ചികിത്സയിലും 50% ആണ് ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ കാസർഗോഡ് ആരമാന ഹോസ്പിറ്റലിൽ തന്നെ അതിൻ്റെ കിയോസ്കി കൗണ്ടർ നിലവിലുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആദരണീയനായ പത്മശ്രീ ഡോക്ടർ അലി മണിക് ഖാൻ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ ഒരു വലിയ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും സംസാരിക്കുവാൻ അവസരം തരികയും ചെയ്തതിന് ഞാൻ നിങ്ങളോട് എല്ലാവർക്കും നന്ദി എനിക്ക് നിങ്ങളെല്ലാം കാണുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാസർഗോഡ് ഞാൻ ഇപ്പോൾ അറിയുന്നതല്ല, എൻ്റെ ചെറുപ്പത്തിൽ തന്നെ കാസർഗോഡ് എനിക്ക് നല്ല പോലെ അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ലക്ഷദ്വീപിൽ നിന്ന് വരുന്ന സമയത്ത് പല പ്രാവശ്യവും കാസർഗോഡ് കാണാറുണ്ടായിരുന്നു. കടലിൽ കൂടി വന്ന് നമ്മൾ ദ്വീപുകാർ ഈ ചർച്ച കാണുകയും മംഗലാപുരം, കാസർഗോഡ് നമുക്ക് സുപരിചിതമായ സ്ഥലങ്ങളാണ്. കണ്ടുകൊണ്ടേ നമുക്ക് കാസർഗോഡ് അറിയാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒരു കാലത്ത് എനിക്കൊരു ഫിയറ്റ് കാർ ഉണ്ടായിരുന്നു. ആ കാറിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഞാൻ ഒറ്റയ്ക്കൊരു യാത്ര നടത്തിയിരുന്നു. അതിൽ കാസർഗോഡ് വന്നിട്ടാണ് യാത്ര അവസാനിപ്പിച്ചത്. അന്ന് എൻ്റെ പല സുഹൃത്തുക്കളെയും ഇവിടെ വെച്ച് ഞാൻ കാണുകയുണ്ടായി. എനിക്ക് ആ വിഷയത്തിൽ വളരെ സന്തോഷമാണ്. അങ്ങനെ ഞാൻ ജനിച്ചു വളർന്നത് ലക്ഷദ്വീപിലാണെന്ന് നമുക്കറിയാം. ലക്ഷദ്വീപ് വേൾഡ് മാപ്പ് നോക്കിയാൽ ഒരു കുത്തുപോലും ഇടാൻ മാത്രം സ്ഥലമില്ലാത്തൊരു വളരെ ചെറിയ ഒരു സ്ഥലമാണ്. 7 മൈൽ നീളമാണ്, 1/2 മൈൽ വിസ്തീർണമാണ് ഏറ്റവും വിസ്തീർണമുള്ള സ്ഥലത്ത് മിനിക്കോയിലുള്ളത്. മറ്റ് 2 അറ്റവും വളരെ നേരിയ ലാൻഡാണ്. ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കാണുവാൻ സാധിക്കും. ഈ ആളുകൾ താമസിക്കുന്നത് നടുവിലുള്ള പഠിച്ച ഭാഗത്തിലാണ്. അവിടെ 1/2 മൈലിൽ കൂടുതൽ വിസ്തീർണമില്ല. ഇങ്ങനെയുള്ള ചെറു ദ്വീപിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതം മുഴുവൻ അറിവിനായിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. സമ്പാദിക്കുവാനായി, സ്വത്ത് സമ്പാദിക്കുവാനായി, മറ്റ് പലതും സമ്പാദിക്കുവാനായി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അറിവിൻ്റെ പിന്നാലെ പോയിട്ടാണ് എനിക്ക് ഈ അവസ്ഥയിൽ എത്താൻ സാധിച്ചത് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ എല്ലാവരോടും എനിക്കിപ്പോൾ പറയാനുള്ളത്, നമ്മൾ മനുഷ്യരാണ്, ഒരു രാശിയിൽപ്പെട്ടവരാണ്. ശാസ്ത്ര ലോകം നമ്മെ വിളിക്കുന്നത് ഹോമോ സാപ്പിയൻസ് എന്നാണ്. പക്ഷേ നമുക്ക് ലോകത്ത് നോക്കിയാൽ പലരും പല കുഴപ്പങ്ങളിലും തർക്കങ്ങളിലും കൊലപാതകങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള ഒരു തെറ്റായ ജീവിത രീതിയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പലതരത്തിൽ കാണുന്നത്. നമ്മളങ്ങനെ മാറാൻ പാടില്ല. കേരളീയരായ ജനത നാം എല്ലാവരും ഒന്നാണ്, എല്ലാവരും വളരെ സൗഹൃദമായി കഴിയേണ്ടവരാണ് എന്നത് മനസ്സിലാക്കി പല വർഗങ്ങളിലേക്ക് തിരിയാതെ നാം ഒരു വർഗമായി തന്നെ നമ്മൾ എല്ലാവരും സഹോദരങ്ങളാണ് എന്ന കരുത്തും കൊണ്ട് നമ്മൾ പുരോഗമിക്കേണ്ടതുണ്ട്.
അന്യോന്യം കലഹിക്കാൻ തുടങ്ങിയാൽ നമുക്ക് എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയാം. എൻ്റെ ദ്വീപായ മിനിക്കോയ് ദ്വീപിൽ അന്ന് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ജനസംഖ്യ 3500 ഇപ്പോൾ ഏതാണ്ട് ഒരു 15,000 ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ മിനിക്കോയ് ദ്വീപിൽ ഒരു പോലീസോ ഒരു കലഹമോ പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പോലീസുകാരുണ്ട്, പക്ഷേ അവർക്ക് ജോലിയൊന്നും അവിടെ ഇല്ല. അങ്ങനെയുള്ള തർക്കങ്ങളോ കലഹങ്ങളോ അവിടെ ഒരിക്കലും ഉണ്ടാകാറില്ല. അവർ ഏകാന്തതയിൽ ഒരു സൗഹൃദമായ ജീവിതം നയിക്കാൻ പഠിച്ചിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ നാമും കേരളീയരായ ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ലോകത്തിൽ തന്നെ ഒരു ഉദാഹരണമാകണം എന്നാണ് ഞാൻ ആശിക്കുന്നത്. ലോകത്ത് തന്നെ നമ്മൾ നോക്കിയാൽ ഞാൻ പല സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളെ പറ്റി വായിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തെ പറ്റിയുള്ള ഒരു സ്ഥലം വേറെ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്രയ്ക്കും ഒരു സുന്ദരമായ സ്ഥലങ്ങളും ജനങ്ങളും സൗഹൃദമായി ജീവിക്കുന്ന ജനങ്ങളും ഉള്ള ഒരു പ്രദേശമാണ് കേരളം. അതുകൊണ്ട് കേരളീയരായ ജനത അവരുടെ ഈ പ്രത്യേകതയെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറണം, ലോകത്തിന് തന്നെ ഒരു ഉദാഹരണമാകണം എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ അധികം സംസാരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അതിന് എൻ്റെ കഴിവനുസരിച്ച് ഉത്തരം പറയും. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സാറ്. പിന്നെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വലിയൊരു പ്രചോദനമാണ്. സാറിൻ്റെ ഹിസ്റ്ററി കഴിയുന്നവരും പഠിക്കാൻ ശ്രമിക്കണം. അടുത്തതായി നമ്മൾ ആദരിക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് നാരായണൻ നായർ അവർ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം പിന്നെ സംസാരിക്കുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ആദരിക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് കാസർഗോഡ് 35 വർഷമായിട്ട് ഉപ്പുവെള്ളം കുടിച്ചുകൊണ്ടിരുന്ന കാസർഗോഡുകാരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം നൽകാൻ നേതൃത്വം നൽകിയ ജാസ്മിൻ ഗ്രൂപ്പിന്റെ ചെയർമാൻ ചട്ടഞ്ചാൽ അബ്ദുൾ റഹ്മാൻ അവർകളെ ആദരിക്കുന്നതാണ്. നമ്മുടെ ശ്രീ അലി മലിക് ഖാൻ ആദരവ് ഏറ്റുപാടുന്നതിന് വേണ്ടി ചട്ടഞ്ചാൽ അബ്ദുൾ റഹ്മാൻ സാഹിബിനെ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ അലി മലിക് ഖാനെ ക്ഷണിക്കുന്നു. അബ്ദുൾ റഹ്മാൻ ജാസ്മിൻ ഗ്രൂപ്പ് വർഷങ്ങളോളം ഉപ്പുവെള്ളം കുടിച്ച് നിത്യരോഗികളായിക്കൊണ്ടിരുന്ന കാസർഗോട്ടുകാരുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം നൽകിയ മഹത് വ്യക്തി. പലകുറി കോൺട്രാക്ടർമാർ പാതുവഴിയിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ ഭാവിക്കര തണ്ണീർത്തട എന്ന സ്വപ്ന പദ്ധതിയെ പ്രതിസന്ധികളോട് മനുഷ്യസ്നേഹി. സ്വയം രചിക്കുന്ന വീരകൃത്യങ്ങളിലെ നായകനാകുന്നതിനേക്കാൾ മറ്റൊരാൾ കൃതജ്ഞതയോടെ എഴുതുന്ന സ്മരണികയിൽ സ്ഥാനം പിടിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥവും സംതൃപ്തിയും ഉണ്ടാകുന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്മരണികയിൽ തങ്കലിപികളിലാണ് ചട്ടഞ്ചാൽ അബ്ദുൾ റഹ്മാനുള്ള സ്ഥാനം. ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും വിഡോസ് മീഡിയയുടെയും ജലശ്രീ ആദരം അദ്ദേഹത്തിന് കൈമാറുമ്പോൾ കൃതാർത്ഥരാകുന്നത് ഞങ്ങളാണ്. ശ്രീ Thank you for being here. Next, കാസർഗോഡിന്റെ സ്വന്തം കാസർഗോഡ് ചിന്ന അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം കോഴിക്കോട് നാരായണൻ നായർ അവർകളെ. ശ്രീ കാസർഗോഡ് ചിന്ന കൊങ്ങിണി, തുളു, കന്നഡ, മലയാളം എന്നീ ഭാഷകളിലുള്ള കലാ സാംസ്കാരിക രംഗത്തെ സമകാലീന സൗന്ദര്യമാണ് കാസർഗോഡ് ചിന്ന. പ്രതിഭയും ജനപ്രിയതയും പോലെ പാരമ്പര്യ തികവും പരീക്ഷണ മികവും ഒരുപോലെ മേളിക്കുന്ന ഒരു അപൂർവ അഭിനയ ജീവിതമാണ് കാസർഗോഡുകാരനായ ഈ 64-കാരൻ്റേത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ചിന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബെസ്റ്റ് ആക്ടർ പട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. ശേഷം ബാംഗ്ലൂരിലെ ആദർശ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സ്വർണ്ണ മെഡലോടെ സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തി.
പല പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡുകളും ദേശീയ അവാർഡുകളും ചിന്നയെ തേടിയെത്തി. ഏകദേശം 500-ലധികം നാടകങ്ങളിൽ അഭിനയിക്കുകയും എത്രയോ നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും ഉണ്ടായി. കന്നഡയിൽ നിന്നും കൊണ്ടിരിക്കുന്ന ഒരു അപൂർവ അഭിനയ ജീവിതമാണ് കാസർഗോഡുകാരനായ ഈ 64-കാരൻ്റേത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ചിന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബെസ്റ്റ് ആക്ടർ പട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. ശേഷം ബാംഗ്ലൂരിലെ ആദർശ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സ്വർണ്ണ മെഡലോടെ സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തി. പല പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡുകളും ദേശീയ അവാർഡുകളും ചിന്നയെ തേടിയെത്തി. ഏകദേശം 500-ലധികം നാടകങ്ങളിൽ അഭിനയിക്കുകയും എത്രയോ നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും ഉണ്ടായി. കന്നഡയിൽ നിന്നും കൊങ്കണിയിൽ നിന്നും ഒരുപാട് നാടകങ്ങൾ മലയാളത്തിലേക്കും തിരിച്ചങ്ങോട്ടും വിവർത്തനം ചെയ്തു. NN പിള്ളയുടെ ഗുഡ് നൈറ്റും KT മുഹമ്മദിന്റെ സംഹാരവും അടക്കം. മാംഗ്ലൂർ ETVയുടെയും ദൂരദർശന്റെയും സ്ഥിരം അവതാരകനായിരുന്ന ചിന്ന 1977 മുതൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ മംഗളൂരു നിലയത്തിൽ നിന്നും കന്നഡ കൊങ്കണി അടക്കം വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു. കർണാടകത്തിന്റെയും കേരളത്തിന്റെയും സംഗീത നാടക അക്കാദമികളിൽ അംഗമാവുകയും 2 നിന്നും അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തു എന്നുള്ള ഇരട്ട ബഹുമതിയും ചിന്നയ്ക്കുള്ളതാണ്. കഴിഞ്ഞ 35 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കൊങ്കണിയിൽ ആദ്യമായി ചെയ്ത ഊച്ചുവാടു എന്ന സിനിമയെ സംസ്ഥാന സർക്കാരിന്റെ ബെസ്റ്റ് റീജിയണൽ അവാർഡ് തേടി വന്നതും ചിന്നയുടെ തൊപ്പിയിലെ പൊൻതൂവലായിരുന്നു. ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും മിഡോസ് മീഡിയയുടെയും അഭിനയശ്രീ ആദരം അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്നത് ഉചിതമായ ഒരു സാംസ്കാരിക ധർമ്മമായി തന്നെ ഞങ്ങൾ എണ്ണുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തതായി പലപ്പോഴും നമ്മെ ത്രസിപ്പിക്കുകയും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുകയും ചെയ്ത കാസർഗോഡിന്റെ സ്വന്തം കാർ റേസർ മൂസ ഷെരീഫ്, അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി പത്മശ്രീ അലി മലിക് ഖാനെയും ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി മൂസ ഷെരീഫിനെയും ക്ഷണിക്കുന്നു. ശ്രീ മൂസ ഷെരീഫ് കാസർഗോഡ് പൊർവാടിൽ ജനനം. വിദ്യാഭ്യാസം മംഗലൂരുവിലെ ബദിരിയ കോളേജ്. 1993 അവിടുത്തെ കാരവല്ലി ഓട്ടോ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച മാൻഡോവി റാലിയിലൂടെ കാറോട്ട മത്സരത്തിന്റെ ലോകത്തെത്തി. 7 തവണ ഇന്ത്യയുടെ ദേശീയ ചാമ്പ്യൻ പട്ടം നിലനിർത്തിയ മൂസ ഷെരീഫ് ഈ ബഹുമതിക്ക് അർഹനായ ആദ്യ ഇന്ത്യക്കാരനാണ്. ഇതുവരെയായി 67 അന്താരാഷ്ട്ര റാലികൾ അടക്കം 296 മത്സരങ്ങളിൽ മാറ്റി തെളിയിച്ച അദ്ദേഹത്തെ കാസർഗോഡിന്റെ അഭിമാന സ്തംഭമായി ഞങ്ങൾ വിലയിരുത്തുന്നു. ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും മിഡോസ് മീഡിയയുടെയും ചാമ്പ്യൻശ്രീ ആദരം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നതിലൂടെ ഞങ്ങൾ ചരിതാർത്ഥരാകുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തതായി മുജീബ് കാർ റേസ്, കാസർഗോഡിന്റെ സ്വന്തം മുജീബ് റഹ്മാൻ. കാർ റാലിയിൽ നമ്മുടെ സ്വന്തം മൂസ ഷെരീഫിന്റെ പാത പിന്തുടർന്നുകൊണ്ട് പുതിയൊരു താരോദയം ഉണ്ടായിരിക്കുന്നു. അത് മറ്റാരുമല്ല, ശ്രീ മുജീബ് റഹ്മാൻ. ഉപ്പ PB അബൂബക്കർ ഹാജിയുടെ മടിയിലിരുന്ന് കേവലം 9ാമത്തെ വയസ്സിൽ വളയം പിടിച്ചു തുടങ്ങിയ അദ്ദേഹം ഇന്ന് വയസ്സ് 37 എത്തി നിൽക്കുമ്പോൾ INRC 4th കാറ്റഗറിയിലെ ഹാപ്പി റാലി ചാമ്പ്യനാണ്. നിശ്ചയദാർഢ്യവും കഠിന പ്രയത്നവും അളവറ്റ മനോസ്ഥൈര്യവും പിന്നെ കാറോട്ടത്തിൽ 7 തവണ ദേശീയ ചാമ്പ്യനായ മൂസ ഷെരീഫിന്റെ അകമഴിഞ്ഞ പിന്തുണയും കൂടി ആയപ്പോൾ മുജീബിന് മുമ്പിൽ പുതിയ ആകാശവും ഭൂമിയും മലർക്കെ തുറക്കപ്പെടുകയായിരുന്നു. കാർ റേസിംഗിന്റെ ലോകത്ത് ഇനി ആളുകൾ കണ്ണും കാതും ഓർപ്പിച്ചിരിക്കുന്നത് കാസർഗോട്ടുകാരനായ മുജീബിൽ കൂടിയും ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിളയെ ചതീശൻ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന മുജീബിന് അതുകൊണ്ട് തന്നെ നിറഞ്ഞ സന്തോഷത്തോടെ ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയും മിഡോസ് മീഡിയയും ചേർന്ന് വിജയശ്രീ പട്ടം നൽകി ആദരിക്കുമ്പോൾ ചാരിതാർത്ഥ്യരാകുന്നത് ഞങ്ങളാണ്. കാരണം വിജയത്തിന് കുറുക്കു വഴികളില്ല, കഠിന പ്രയത്നമാണ് അതിന്റെ ആധാരശില. താങ്ക് യു മുജീബ് ആൻഡ് താങ്ക് യു കോഴിക്കോട് നാരായണൻ സർ. അടുത്തതായി കാസർഗോഡ് മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ PS ഹമീദ് ആദരിക്കുന്നത് പത്മശ്രീ അലി മലിക് സർ. അദ്ദേഹത്തെയും ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി PC ഹമീദ് സാഹിബിനെയും ക്ഷണിക്കുന്നു.
PS ഹമീദ്. ഈ ഉബൈദിന് ശേഷം കാസർഗോഡിന്റെ ഭൂമികയിൽ നിന്നും സാംസ്കാരിക ലോകത്ത് ഏറെ ശ്രദ്ധേയനായ കവി. ഉബൈദിനെ പോലെ പാട്ടും കവിതയും ഹമീദിന്റെ രക്തത്തിലുള്ളതാണ്. മാപ്പിളപ്പാട്ടിനെ മലയാള സാഹിത്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഉബൈദ് തുടങ്ങിവെച്ച ദൗത്യത്തിന്റെ പതാക ഇപ്പോൾ PS-ന്റെ കൈകളിലാണ്. അദ്ദേഹം തയ്യാറാക്കുന്ന അറിവിന്റെ തേനൊഴുക്കായ ഇശൽ പ്രഭാതം ഇന്ന് മലയാളക്കരയുടെ സുപ്രഭാതമായി കൊണ്ടാടപ്പെടുകയാണ്. നന്നേ ചെറുപ്പത്തിലെ ഹമീദ് കാവ്യരചനയിൽ നിരവധി സമ്മാനങ്ങൾ നേടുകയുണ്ടായി. തൃശൂരിലെ സാഹിത്യ അക്കാദമിയിൽ വെച്ച് മാപ്പിള സ്റ്റഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സംസ്ഥാനതല മാപ്പിളപ്പാട്ട് രചനാ മത്സരത്തിൽ തുടർച്ചയായി 3 തവണ സ്വർണ്ണ മെഡൽ ചൂടിയ ഹമീദിന്റെ രചനകൾ വിലയിരുത്തിയത് ചില്ലറക്കാരൊന്നുമല്ല. മലയാളത്തിന്റെ മഹാകവികളായ വൈലോപ്പിള്ളിയും അക്കിത്തവുമായിരുന്നു വിധികർത്താക്കൾ. കവിത കസമണിഞ്ഞ മാപ്പിളപ്പാട്ടുകൾ എന്ന ഹമീദിന്റെ രചനകളെ മഹാകവികൾ പ്രശംസിക്കുകയുണ്ടായി. SP ബാലസുബ്രഹ്മണ്യം, യേശുദാസ്, വാണി ജയറാം, സുജാത തുടങ്ങിയ പ്രമുഖ ഗായകരെല്ലാം PS-ന്റെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. മാതൃഭൂമി, മാധ്യമം, കലാകൗമുദി തുടങ്ങി പ്രമുഖ ആനുകാലികങ്ങളിൽ കവിതകൾ എഴുതിയിട്ടുള്ള ഹമീദ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിലും റിയാലിറ്റി ഷോകളിലും വിധികർത്താവായിട്ടുണ്ട്. കാസർഗോഡിന്റെ അഭിമാനമായ പ്രിയ കവി PS ഹമീദിന് ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയും മിഡോസ് മീഡിയയും ചേർന്ന് ഈശ്വരശ്രീ ആദരം നൽകുക വഴി ഞങ്ങൾ കൃതാർത്ഥരാകുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി തുളു അക്കാദമി ചെയർമാൻ ഉമേഷ് M. സാലിയ, അദ്ദേഹത്തെ ആദരിക്കുന്നത് കോഴിക്കോട് നാരായണൻ നായർ അവர்களാണ്. ഇരുവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ ഉമേഷ് M. സാലിയ കഴിഞ്ഞ 35 വർഷങ്ങളായി കാസർകോട്ടെ നാടക സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി നടനും സംവിധായകനും സാംസ്കാരിക സംഘാടകനുമായ ഉമേഷ് സാലിയൻ നമ്മുടെ കൂടെയുണ്ട്. കേരള തുളു അക്കാദമി ചെയർമാനും കർണാടക നാടക അക്കാദമി അംഗവും അപൂർവ കലാവിദനും രംഗകുടീര സാംസ്കാരിക വേദികളുടെ അധ്യക്ഷനുമായ അദ്ദേഹം കേരള സ്റ്റേറ്റ് ആർട്ടിസ്റ്റ് വർക്കേഴ്സിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. കർണാടക സർക്കാരിന്റെ കന്നഡ ഡെവലപ്മെന്റ് അതോറിറ്റിയായ കന്നഡ ചിന്തനയുടെ സാംസ്കാരിക പരിപാടികൾ 3 വർഷമായി എല്ലാ മാസവും കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിവരുന്നു. കൂടാതെ നിരവധി നാടക ക്യാമ്പുകൾ സംഘടിപ്പിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ സാംസ്കാരികമായി വളർത്തിക്കൊണ്ടുവരുന്നതിലും പ്രമുഖനാണ് അദ്ദേഹം. ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും മിഡോസ് മീഡിയയുടെയും സാംസ്കാരിക ശ്രീ ആദരം കാസർഗോഡിന്റെ സാംസ്കാരിക വ്യക്തിത്വം എന്നറിയപ്പെടുന്ന ഉമേഷ് M. സാലിയാൻ സമർപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് അളവറ്റ ആഹ്ലാദമാണുള്ളത്. താങ്ക് യു സർ. നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ദിവസം നമ്മുടെ ഹമീദ് കാവില് ഒരു വോയിസ് ഇട്ട് ഒരു പാവപ്പെട്ട രോഗിക്ക് ഒരു വീൽ ചെയർ ആവശ്യമുണ്ട്, ആർക്കെങ്കിലും നൽകാൻ പറ്റുമെന്ന് വെച്ചിട്ട് അപ്പോൾ തന്നെ വോയിസ് വന്നിട്ട് ഒരു 2 മിനിറ്റ് പോലും ആയിട്ടില്ല. അതിനേക്കാളും മുമ്പ് ഒരു സ്ത്രീ ശബ്ദം കേട്ടു, അത് ഞാൻ കൊടുത്തോളാം. അതാണ് സുലേഖ മാഹി. അവരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുലേഖ മാഹി അവശതകൾ അനുഭവിക്കുന്ന കാസർകോട്ടെ ഓരോ തൂണിലും തുരുമ്പിലും സുലേഖ മാഹിയുണ്ട്. സ്നേഹ സാന്ത്വനങ്ങൾക്കും ദയാസ്പർശങ്ങൾക്കും വാച്യമായ ആശ്വാസം പകർന്നു നൽകുന്നവർ, നിലയത്തെ കണ്ണീരിൽ മുങ്ങിത്താണ് പോകുന്നവർക്ക് തങ്ങി നിൽക്കാനുള്ള പൂങ്ങുതടിയാണ് പലപ്പോഴും. ഏതൊരു നല്ല സംരംഭവും ആദ്യം വരേണ്ടത് ചിറകൊടിഞ്ഞ് കാസർഗോട്ടാണെന്ന് നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം കരുണ എന്നത് കണ്ണീരൊലിപ്പിക്കേണ്ടുന്ന വികാര ദൗർബല്യമായല്ല, മറിച്ച് സടകുടഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന പ്രതിഷേധ ശക്തിയായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ആ ശക്തി ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും മിഡോസ് മീഡിയയുടെയും മഹിളാ ശ്രീ ആദരം അവർക്ക് സമ്മാനിക്കുന്നതിൽ ഞങ്ങൾക്ക് അളവറ്റ അഭിമാനമുണ്ട്. താങ്ക് യു സർ. ഗൾഫിലായിരുന്നപ്പോ ലേബർ ഓഫീസർമാരൊക്കെ കണ്ടിട്ടുണ്ട്. ലേബർ ഓഫീസർമാർ വരുമ്പോ പേടിച്ചോടുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഇന്നിവിടെ കാസർഗോഡ് ഒരു ലേബർ ഓഫീസറുടെ തോളത്ത് കൈവെക്കാൻ വഹിച്ച് നടക്കാൻ പറ്റുന്നത് ഭാഗ്യമായി കരുതുന്നു നമ്മുടെ സലാം സർ, കാസർഗോഡിന്റെ സ്വന്തം ലേബർ ഓഫീസർ. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന് വേണ്ടി പത്മശ്രീ അലി മണിക് ഖാനെ ക്ഷണിക്കുന്നു. ശ്രീ വി അബ്ദുസലാം നീലേശ്വരത്തെ സ്വരലയ സാംസ്കാരിക വേദിയിലൂടെ വളർന്ന് ഇന്നിപ്പോൾ കാസർഗോഡ് കോപ്പയിൽ സ്ഥിരതാമസമാക്കിയ വി അബ്ദുസലാം
സർക്കാർ സർവീസിൽ ഇരുന്നുകൊണ്ട് സ്വന്തമായ വിധത്തിൽ മനുഷ്യത്വത്തിലേക്ക് വാതിലുകൾ തുറന്നു വെച്ചിരിക്കുന്ന വലിയൊരു ആനന്ദമേഹമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരുന്നത് ഈശ്വരൻ. ഇന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന അദ്ദേഹം തെരുവിൽ എല്ലോരത്ത് ചവിട്ടി നിൽക്കാൻ പോലും അവകാശമറ്റ പട്ടിണി പിറാവുകളുടെയും വാവിട കുരുന്നുകളുടെയും വേരറ്റ വള്ളിത്തൈകളുടെയും ആശ്രയത്വത്തിന്റെ അവസാനമാക്കാണ്. മാത്രമല്ല, ഉന്നതമായ നിലവാരമുള്ള ഒരു കലാസൃഷ്ടി എന്ന് പ്രബുദ്ധ കേരളം വിലയിരുത്തിയ ഹത്രാസിലെ നമ്പരം അടക്കം നിരവധി കവിതകളുടെ കർത്താവ് കൂടിയാണ് വി. അബ്ദുസ്സലാം. ആ കവിതകൾക്കൊക്കെയും കാലാതീത പ്രസക്തി നൽകുന്നത് ദുരന്തമുഖങ്ങളിലൂടെ കടന്നുപോകുന്ന ശോകാന്തരമായ കാവ്യ സന്ദർഭങ്ങളാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയും മിഡോസ് മീഡിയയും ചേർന്ന് പ്രവർത്തനശ്രീ പട്ടം നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നതിലൂടെ ഞങ്ങൾ ചാരിതാർത്ഥ്യരാകുന്നു. താങ്ക് യു സർ. ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീന് ശേഷം കാസർഗോഡിന്റെ സ്വന്തം അസറുദ്ദീൻ ഉദിച്ചു വരുന്ന താരം അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സഹോദരൻ ആദരവ് ഏറ്റുവാങ്ങുന്നതാണ്. അവരെ ആദരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് നാരായണൻ സാറാണ്. കമറുദ്ദീനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. അസറുദ്ദീൻ കേരള ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ചരിത്രത്തിൽ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള ഒരു പേരാണ് കാസർഗോഡുകാരനായ മുഹമ്മദ് അസറുദ്ദീന്റേത്. മുഷ്താഖ് അലി 2020 ടൂർണമെന്റിൽ 54 പന്തിൽ നിന്നും 137 റൺസ് എന്ന ഇന്നിംഗ്സ് വൈഭവം ഒരു കേരള ബാറ്റ്സ്മാന്റെ ഏറ്റവും മികച്ച സെഞ്ചുറിയായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ 2019 രഞ്ജി ട്രോഫിയും യുവരാജ് സിംഗ് നായകനായി ഇറങ്ങിയ പഞ്ചാബിനെതിരെ നേടിയ തിളക്കമാർന്ന സെഞ്ചുറി. ഇന്നിപ്പോൾ പ്രായം വെറും 27 എത്തി നിൽക്കുന്ന അസർ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ഐക്കൺ കളിക്കാരിൽ ഒരാളായി മാറുമ്പോൾ അത് ഓരോ കാസർഗോഡുകാരന്റെയും അഭിമാനമായി ഞങ്ങൾ കാണുന്നു. ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും മിഡോസ് മീഡിയയുടെയും കായികശ്രീ ആദരം അദ്ദേഹത്തിന്റെ കൈകളിൽ വെച്ചു കൊടുക്കുമ്പോൾ കായികം എന്നത് സാഹചര്യമാണെന്നും ഒറ്റപ്പെടുത്തലല്ലെന്നും ഞങ്ങൾ അറിയുന്നു. അത് ഏത് പ്രകാരത്തിലായാലും. താങ്ക് യു സർ. അടുത്തതായി UB7 ഉസ്മാൻ അഹമ്മദിന് വേണ്ടി ആദരവ് ഏറ്റുവാങ്ങുന്നത് അൻവർ സാദാത്ത്. ശ്രീ ഉസ്മാൻ അഹമ്മദ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇന്നിപ്പോൾ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UB7 ഫൗണ്ടേഷന്റെ ചെയർമാനായി വർത്തിക്കുന്ന മൊഗ്രാൽ പുത്തൂർ സ്വദേശി. കോവിഡ്-19 ലോക്ക്ഡൌണും അതിന്റെ സർവ്വ ബീഭത്സതയും പുറത്തെടുത്ത നാളുകളിൽ ഏകദേശം 3 ലക്ഷത്തിലധികം ഫേഷ്യൽ മാസ്കുകൾ സൗജന്യമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയും ബംഗളൂരിലും സമീപ പ്രദേശങ്ങളിലും കുടുങ്ങിപ്പോയ മലയാളികൾക്ക് ഭക്ഷണവും താമസവും മടക്കയാത്രയും സാധ്യമാക്കി കൊടുക്കുകയും ചെയ്ത കാരുണ്യപർവം എത്ര പേരുടെ ആഘോഷങ്ങളിൽ ആരവമുയർത്തി എന്നതിനേക്കാൾ അനക്കമില്ലാതിരുന്ന എത്ര ജീവിതങ്ങളെ UB7 തൊട്ടുണർത്തിയെന്നാണ് ഞങ്ങൾ നോക്കിയത്. ഏത് ഇച്ഛാഭംഗത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു പ്രചോദക വലയം സൂക്ഷിക്കാൻ കഴിയുന്നു എന്ന് ഞങ്ങൾ കണ്ടെത്തിയ ഉസ്മാൻ അഹമ്മദിനും UB7-ഉള്ളതാണ് ഞങ്ങളുടെ പ്രചോദനശ്രീ ആദരം. ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയും മിഡോസ് മീഡിയയും ചേർന്ന് അത് അവർക്ക് നൽകുന്നതിലൂടെ ഞങ്ങൾ കൃതാർത്ഥരാകുന്നു. അടുത്തതായി ഡോക്ടർ MK കുമ്പളയ്ക്ക് വേണ്ടി അമീർ കാവ്യ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ താങ്ക് യു. ജീവിതത്തിനും മരണത്തിനുമിടയിൽ കഴിഞ്ഞ 50 വർഷക്കാലത്തിനിടയ്ക്ക് കാസർഗോട്ടെ 3 തലമുറയുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന സ്നേഹനിധിയായ പിഷഗ്വരൻ. മലയാളം, കന്നഡ, തുളു എന്നീ ഭാഷകളിലെ അഗാധ പാണ്ഡിത്യം സാഹിത്യ ലോകത്തും അദ്ദേഹത്തിന് ശക്തമായ മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തു. 1968 കന്നഡ മഹാകവി കുവമ്പുവിന്റെ രാമായണ ദർശനം എന്ന കൃതിക്ക് ജ്ഞാനപീഠം ലഭിച്ചപ്പോൾ അതേക്കുറിച്ച് മാതൃഭൂമിയിൽ എഴുതി തുടങ്ങിയ അദ്ദേഹം പ്രവാചകന്മാർ യുഗാന്തരങ്ങളിലൂടെ അടക്കം 3 കൃതികളുടെ കർത്താവാണ്. ആതുര സേവനവും അക്ഷരവിന്യാസവും ജീവൻ മരണ പോരാട്ടമായി കാണുന്ന ഡോക്ടർ MK കുമ്പളയ്ക്ക് ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും മിഡോസ് മീഡിയയുടെയും പിഷഗ്വര ശ്രീ പുരസ്കാരം നൽകി ആദരിക്കുന്നതിലൂടെ ഞങ്ങൾ ധന്യരാകുന്നു. താങ്ക് യു.
അടുത്തതായി റഹ്മാൻ താലങ്ങാടി, അദ്ദേഹവും അസൗകര്യം കാരണം ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്വീകരിക്കുന്നതിന് വേണ്ടി ജെറി ഷഹസാദിനെ ക്ഷണിക്കുന്നു. നൽകുന്നത് കോഴിക്കോട് നാരായണൻ. ശ്രീ റഹ്മാൻ തായലങ്ങാടി പത്രപ്രവർത്തനത്തിന്റെയും എഴുത്തിന്റെയും ലോകത്ത് കാസർഗോഡിന്റെ പകരം വയ്ക്കാനില്ലാത്ത ശബ്ദം. കാസർഗോഡിന്റെ ബൗദ്ധിക കാലാവസ്ഥയുടെ പുനർനിർമ്മിതിയിൽ അദ്ദേഹത്തിന്റെ നാവും പേനയും വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്കിനെ ഇന്ന് അധികം ഉപയോഗത്തിലില്ലാത്ത പഴയൊരു നാമവിശേഷണം കൊണ്ട് ഞങ്ങൾ വർണ്ണിക്കട്ടെ: നിസ്തുലം. കാസർഗോഡിന്റെ ഹൃദയ തുടിപ്പുകളെ ഇത്രയേറെ നെഞ്ചോട് ചേർത്ത് അദ്ദേഹം അക്ഷരത്താളുകളിലേക്ക് പകർത്തുമ്പോൾ നാടിന്റെ ഹൃദയരക്തത്തിൽ മുക്കി എഴുതപ്പെടുന്ന വാക്കുകൾ ഞങ്ങളുടെ സമൂഹ മനസാക്ഷിക്ക് വഴിത്തോറ്റം നൽകുന്നു. ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും വിഡോസ് മീഡിയയുടെയും അക്ഷരശ്രീ ആദരം എഴുത്ത് എന്ന കടാവിളക്കിന്റെ വെളിച്ചത്തിൽ ഇന്നും കുറയാതെ തിളങ്ങുന്ന അദ്ദേഹത്തിന് സമർപ്പിക്കുന്നതിലൂടെ ഞങ്ങൾ ധന്യരാകുന്നു. താങ്ക് യു സർ. അടുത്തതായി സായിറാം ഗോപാലകൃഷ്ണൻ വിട്ട് അദ്ദേഹത്തിന് വേണ്ടി സ്വീകരിക്കുന്നത് നമ്മുടെ പടിഞ്ഞാർച്ച അബ്ദുള്ള പടിഞ്ഞാർ. നൽകുന്നത് കോഴിക്കോട് പത്മശ്രീ അലി മണി ഖാൻ. പടിഞ്ഞാർച്ച വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ സായിറാം ഗോപാലകൃഷ്ണ ഭട്ട് വീടില്ലാത്തവരും കൂരകളിൽ ജീവിതം തള്ളി നീക്കുകയും ചെയ്ത 264 കുടുംബങ്ങൾക്ക് പാർപ്പിടമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു നൽകിയ നാടിന്റെ സ്നേഹസമ്പന്നനായ സ്വാമി. വാങ്ങുന്നതിലൂടെ ലഭിക്കുന്നതിനേക്കാൾ സംതൃപ്തി നൽകുന്നതിലൂടെ ലഭിക്കുന്നു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞ ഒരാൾ. എത്രയോ നിർധനർക്ക് ജീവിതമാർഗം ഉണ്ടാക്കിക്കൊടുത്ത, എത്രയോ ഭൂരഹിതർക്ക് ഭൂമി പതിച്ചു നൽകിയ, എത്രയോ വധൂവരന്മാർക്ക് മംഗല്യ സാഫല്യം ഒരുക്കിയ ആ മാതൃകാ പുരുഷന് ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും മിഡോസ് മീഡിയയുടെയും ദാനശ്രീ പുരസ്കാരം നൽകി ആദരിക്കേണ്ടത് കടമയായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി 2 കൊച്ചുകുട്ടികളെ അനുമോദിക്കാനുണ്ട് നമുക്ക്. അതിൽ ഒന്ന് മിസ് സാറ സിറാജ്. സാറ സിറാജിന്റെ ഫാദർ നിസാർ ചാനെ ക്ഷണിക്കുന്നു. നിസാർ പെർവാഡിനെ ക്ഷണിക്കുന്നു സ്വീകരിക്കുന്നതിന് വേണ്ടി. മറിയം റിത. ബഷീർ കലക്കാരനെയും ക്ഷണിക്കുന്നു. സാറ സിറാജിന്റെ ഏറ്റുവാങ്ങുന്നത് നിസാർ പെർവാഡാണ്. അദ്ദേഹത്തെയും നൽകുന്നത് അലി മണി ഖാനെയും ക്ഷണിക്കുന്നു. നെക്സ്റ്റ് മറിയം റിതയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നതിന് വേണ്ടി കലാകാർ ബഷീർ നൽകുന്നതിന് വേണ്ടി കോഴിക്കോട് നാരായണൻ നായരിനെയും ക്ഷണിക്കുന്നു. കഴിഞ്ഞ റമദാനിൽ നടത്തിയ ഇസ്ലാമിക് 2020 ക്വിസിൽ വിജയി അസീസിനെ ക്ഷണിക്കുന്നു ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി. ഒരാൾക്ക് പോവാനുള്ളത് കൊണ്ടാണ് പെട്ടെന്നാക്കിയത്. പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. ആദരവ് നൽകുന്നതിന് അലി മണി ഖാൻ അവരെ ക്ഷണിക്കുന്നു. ട്രോഫിയും മരിയാസ് നൽകുന്ന 1000 ഗിഫ്റ്റ് വൗച്ചറുമാണ് സമ്മാനം. താങ്ക് യു വെരി മച്ച്. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് നാരായണൻ നായർ അവർക്ക് ക്ഷണിക്കുന്നു. സദസ്സിലും വേദിയിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട
കുടുംബക്കാർ, പരോപകാരാർത്ഥം ഇതം ശരീരം ഒരാപ്തവാക്യമാണ്. ഈ ശരീരം നമുക്ക് തന്നത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ഉള്ള ആപ്തവാക്യം. അത് ഇന്ന് ഈ ചന്ദ്രഗിരി ട്രസ്റ്റിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ അതിനുള്ള മധുരോദായകമായ ഉത്തമ ഉദാഹരണങ്ങളായിട്ട് ഇത് നമ്മുടെ മുമ്പിൽ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഏറ്റവും ധാരാളമായുള്ള പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒരു സംഘടന മറ്റുള്ളവർക്ക് സേവനം വർദ്ധിക്കുവാൻ വേണ്ടി മാത്രമായിട്ട് നിലകൊള്ളുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് ഇന്ന് ഈ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അതിന് നന്ദി. ഇത്രയും അധികം പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുക മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ ഇന്ന് നമ്മുടെ അലിക്കയെ ഡോക്ടർ അലിക്കയുടെ ഈ പ്രവർത്തനങ്ങളെ അനുമോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ആ പത്മ പുരസ്കാരത്തിന്റെ നേട്ടം അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്നില്ല. എനിക്കെന്നെ കിട്ടിയാണെങ്കിൽ ഞാൻ തലയിൽ ഒരു താലി കളിച്ചു. അതാണ് പറഞ്ഞത്, ട്രൂപ്പിപ്പനിയനെ പോലെ നമ്മുടെ എല്ലാ വിധത്തിലുള്ള ഇന്ദ്രിയങ്ങളെയും നടത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സദയം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദേഹം. അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡോക്ടർ അലി. ഏതായാലും ഈ കാസർഗോഡ് നിങ്ങളെല്ലാവരും കാണുവാനും ഇത്തരത്തിലുള്ള ഈ പത്മഭൂഷൺ കിട്ടിയ അദ്ദേഹത്തെ ആദരിക്കാനുള്ള ഈ ചടങ്ങിൽ എല്ലാം സംബന്ധിക്കുവാനും സാധിച്ചത് ഏറ്റവും വലിയ ഒരു ധന്യമായ മുഹൂർത്തമായി ഞാൻ എൻ്റെ മനസ്സിൽ കാണുകയാണ്. കൂടുതലായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാസർഗോഡ് ഒരിക്കൽ വരികയുണ്ടായി. 2 വർഷം മുമ്പ് വന്നു. അത് നമ്മുടെ എൻഡോസൾഫാൻ കാരണം ദുരിതം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന്റെ അല്ലലുകൾ കാണുവാനും അറിയുവാനും വേണ്ടി കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും പങ്കെടുത്തു. എൻ്റെ ഒരു മനുഷ്യൻ കഴിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. 6 മാസം പോലും പ്രായം തോന്നിക്കാത്ത കുട്ടി വയസ്സ് ചോദിച്ചുള്ള അമ്മ പറയുന്നത് അവന് 8 കഴിഞ്ഞു എന്നാണ്. എന്താ കൈ എടുത്താൽ പോലും മുഖത്ത് നോക്കി ചിരിക്കുന്ന ഒരു 8 മാസം പ്രായമായിട്ടൊരു കുട്ടിയുടെ രൂപത്തിൽ ഒരു കുട്ടി നമ്മുടെ കയ്യിൽ വരിക. അമ്മ പറയുന്നു കുട്ടിക്ക് 8 വയസ്സായി. അതാണ് നോക്കേണ്ടത്. നമ്മുടെ ഈ മരുന്നടിച്ചതിന്റെ ബാക്കി വശങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടി ഇന്നും ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് വേണം പറയാം. അതിന് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകര് നിങ്ങളുടെ കൂട്ടായ്മ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യും എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നമ്മുടെ കോഴിക്കോട് നാരായണൻ സർ, അദ്ദേഹം ദൃശ്യത്തിലെ സുലൈമാൻ ഖാൻ ആരും മറക്കില്ല എന്ന് തോന്നുന്നു. എനിവേ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഈ ഷാഫിയെ ക്ഷണിക്കുന്നു ആദരപൂർവ്വം. കാസർഗോഡിന്റെ ചരിത്രത്തിൽ തന്നെ
രേഖപ്പെടുത്തപ്പെടുന്ന ഒരു സുദിനത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് സാക്ഷിയാക്കുന്നത്. കാസർഗോഡിന്റെ വിവിധ മേഖലകളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഏതാനും പേരെ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും മഹനീയ വ്യക്തിത്വങ്ങളെ കൊണ്ട് ആദരിപ്പിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടും വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. 1 മണിക്കൂർ മുമ്പ് ഞാനും മുജീബും ഈ 2 വിസ്മയങ്ങളെ അഭിമുഖം നടത്തിയാണ് ഇങ്ങോട്ട് വന്നത്. ഡോക്ടർ അലി മണിക് ഖാനെ നമ്മളെല്ലാവരും അറിയാൻ അദ്ദേഹത്തിന് രാജ്യം പത്മ പുരസ്കാരം നൽകേണ്ടി വന്നു. അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, അദ്ദേഹത്തോടൊപ്പം ഇരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും വലിയൊരു വിസ്മയം, ഇങ്ങനെ ഒരു ലാളിത്യത്തിന്റെ കൊടുപിടി ഇറങ്ങി വരുന്നത് പോലുള്ള ഒരു അനുഭവം അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ നേരത്തെ സ്വാഗത പ്രാസംഗത്തിൽ മുതൽ സൂചിപ്പിച്ചതുപോലെ കൈവെക്കാത്ത മേഖലകളില്ല. കൃഷിശാസ്ത്രത്തിലും കടലിനെ കുറിച്ചും ഭൂമിയെ കുറിച്ചും ആകാശത്തെ കുറിച്ചും അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. വെറും 3ാം ക്ലാസ് വരെ പഠിച്ച ഒരാള് ലോകത്തെ ഇത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആഴങ്ങളിലേക്ക് ആ പാണ്ഡിത്യം നീണ്ടുപോയിട്ടും ഇനിയും ഒരുപാട് പഠിക്കാനുള്ള ആവേശം ആ മനസ്സിലുണ്ടെങ്കിൽ നമ്മളൊക്കെ എല്ലാവർക്കും ഈ ലോകത്തിന് തന്നെ അത് വലിയൊരു മാതൃകയാണ്. അദ്ദേഹത്തെ കേൾക്കുന്നവരും അദ്ദേഹത്തെ അറിയുന്നവരും നമ്മളെല്ലാം ഈ ലോകം തന്നെ എത്ര ചെറുതാണെന്ന് തോന്നിപ്പോകും. ഇത്രമാത്രം ലാളിത്യത്തില്, ഇത്രമാത്രം ഒരു വിനയത്തില്, നേരത്തെ നാരായണ സാർ സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു പുരസ്കാരം കിട്ടുമ്പോൾ അതിനെ തലയിൽ വെച്ച് നൃത്തമാടുന്നവർക്കിടയിൽ ഈ പത്മ പുരസ്കാരം ലഭിച്ചിട്ടും ഇദ്ദേഹത്തിന്റെ ആ ലാളിത്യം നമ്മൾ മനസ്സിലാക്കുന്നതാണ്. എന്തുകൊണ്ടും ഈ ഇത്രയും വലിയ ഈ 2 അത്ഭുതങ്ങളെ കാസർഗോട്ടേക്ക് കൊണ്ടുവന്ന എന്റെ പ്രിയ സുഹൃത്ത് സ്കാനിയനെയും ടീമിനെയും അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗിക്കുകയാണ്. കാസർഗോഡിൽ ലഭിക്കാവുന്ന ഈ കോവിഡ് അനന്തരം കാസർഗോഡിന്റെ സാംസ്കാരിക മേഖല ചലിച്ചു തുടങ്ങുമ്പോൾ അവിടേക്ക് നമുക്ക് വെക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള 2 അതിഥികളാണ് ഇവരെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരിക്കൽ കൂടി ചന്ദ്രഗിരി കൃഷ്ണയെയും മഡോസ് മീഡിയയെയും പ്രിയപ്പെട്ട സ്കാനിയെയും അടക്കമുള്ളവരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ പുരസ്കാരം ഏറ്റുവാങ്ങിയ എല്ലാവരെയും, എല്ലാ പ്രതിഭകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു ടി ഷാഫി. അടുത്തതായി ഇസ്ലാമിക് ക്യൂസിന്റെ വിജയികൾക്കുള്ള സമ്മാന വിതരണമാണ്. ഒന്ന് മറിയം ജസ്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ട്രോഫി നൽകുന്നതിന് വേണ്ടി അഷ്റഫ് വേദിയിലേക്ക്. അഷ്റഫ് പ്ലീസ്. പിന്നൊന്ന് ഫാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം അഷ്റഫ് പ്ലീസ്. മറിയം ജസ്നയ്ക്ക് ട്രോഫി നൽകുന്നത് അഷ്റഫ് ബേദിര. മരിയാസ് നൽകിയ 1000 രൂപീസിന്റെ ഗിഫ്റ്റ് വച്ചതും നൽകുന്നു. ഒപ്പം ഫാസിന് നൽകുന്നതിന് വേണ്ടി അമീർ പള്ളിയാനെ ക്ഷണിക്കുന്നു. അമീർ പള്ളിയാൻ പ്ലീസ്. അമീർ. നമ്മുടെ താങ്ക് യു അമീർ, താങ്ക് യു ഫാസ്. അടുത്തതായി നമ്മുടെ പത്മശ്രീ അലി മണിക് ഖാൻ നമ്മളുമായി സംവദിക്കുന്നു. നമ്മുടെ ഓക്കെ ചെറിയൊരു ടീ ബ്രേക്ക് നമുക്ക് എന്റെ തുടരാം. ഓക്കെ.
ആസ്റ്റർ പല ആനുകൂല്യങ്ങളുമായി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അത്യാവശ്യ ഘട്ടത്തിൽ, അതായത് ജീവൻ മരണം പോരാട്ടം നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സൗജന്യ ചികിത്സകളടക്കം കാരുണ്യ പദ്ധതി പ്രകാരം പലവിധ ആനുകൂല്യങ്ങളുമായി ആസ്റ്റർ മെയിംസ് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയാണ് ഈ പ്രിവിലേജ് കാർഡ് വിതരണം. മാക്സിമം എല്ലാവരും ഇത് യൂസ് ചെയ്യണം. അത് മാത്രമല്ല, ആസ്റ്ററുമായ ഏത് കേസുകൾ ഉണ്ടെങ്കിലും ചന്ദ്രഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാൽ നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതായിരിക്കും. അതിൽ ആരും അടിച്ചു നിൽക്കേണ്ട. ഏത് ക്രിട്ടിക്കൽ കണ്ടീഷൻ ഉണ്ടായാലും ആസ്റ്ററിന്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ ചന്ദ്രഗിരിയുമായി ബന്ധപ്പെടാം. Thank you. നമ്മുടെ പ്രിയപ്പെട്ട പത്മശ്രീ ഡോക്ടർ അലി ഖാൻ നമ്മുടെ സദസ്സുമായി സംവദിക്കുന്നു. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ശ്രീ പത്മശ്രീ അവരോട് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. സർ, എനിക്ക് അറിയിക്കാനുള്ള ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ഗോളശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു താല്പര്യം ജനിക്കുവാനുള്ള നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ പഠനം നടത്തിയിട്ടുണ്ട്. ഔപചാരിക വിദ്യാഭ്യാസം ഒട്ടുമില്ലാതെ തന്നെ ഈ ഗോളശാസ്ത്രത്തിൽ നിങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് ഒരു ആഗോള ഇന്ദ്രാ കലണ്ടർ താങ്കൾ തന്നെ ഉണ്ടാക്കുകയും അത് ലോകത്തിലെ പല ഭാഗത്തും പണ്ഡിതന്മാരുമായി അതുപോലെ വിവിധ രാഷ്ട്ര നേതാക്കളുമായിട്ടൊക്കെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രസന്റേഷൻ നടത്തിയിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അതിനെ ഒരു സ്വീകാര്യത ഇവരുടെ ഭാഗത്ത് ആളുകൾ സമ്മതിക്കുന്നുണ്ടെങ്കിലും ഒരു പൊതുവെ ഒരു സ്വീകാര്യത വരാതിരിക്കാനുള്ള കാരണം എന്താവാം എന്ന് താങ്കളുടെ അതിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞാൽ അത് ഈ കലണ്ടറിൻ്റെ ഗവേഷണം ഞാൻ 65 മുതൽ 87 വരെ അതിൻ്റെ ഗവേഷണങ്ങൾ പൂർത്തിയാക്കി. പിന്നെ ജനങ്ങളോട് പറയാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ വേൾഡിൽ ലോകത്തുള്ള ഈ കലണ്ടർ തയ്യാറിക്കുന്ന പ്രത്യേകതയിൽ ആളുകളോട് സംവദിക്കുകയും അവരിൽ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സൗദി അറേബ്യയിൽ തന്നെ വെക്കാമെന്ന് അവരോട് സജസ്റ്റ് ചെയ്തു. പക്ഷേ അവർ പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ വെക്കുന്നതാണ് നല്ലത് എന്നാണ്. അങ്ങനെ ബാംഗ്ലൂരിൽ വെച്ച് ഈ കോൺഫറൻസ് നടത്താൻ തീരുമാനിക്കുകയും ഡേറ്റ് നിശ്ചയിക്കുകയും ചെയ്തു. അതിനിടയിൽ ഈ കൊറോണ വന്നതുകൊണ്ട് എല്ലാ ഫ്ലൈറ്റുകളും നിന്നുപോയി. അതങ്ങനെ സാധിക്കാതെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഫ്ലൈറ്റുകൾ രണ്ടാമതും തുടങ്ങിയിട്ടുണ്ട്. ഇനി രണ്ടാമതും ആ കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഏതായാലും അത് ചെയ്യണം. ലോകത്തെല്ലാവർക്കും ഒരു ദിവസമാണുള്ളത്. അങ്ങനെ ചന്ദ്രമാസ തീയതിയിൽ എല്ലാവർക്കും ഒരു ദിവസം തന്നെയാണ്. പെരുന്നാളിന് ലോകത്തിൽ ഒരു ദിവസമാണ് നടത്തേണ്ടത്. 2 ദിവസങ്ങളിൽ ഏത് വരുന്നത് ശരിയല്ല. ഇവരുടെ പ്രാഥമിക വിദ്യാഭ്യാസ
പക്ഷേ സാറ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് പറഞ്ഞു. അതെങ്ങനെ സാർ സാധിക്കുന്നത്? ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. പല കോളേജുകളിലും ഹൈസ്കൂളുകളിലും ഒക്കെ ഞാൻ കുറേ ക്ലാസ്സുകൾ നടത്തിയിട്ടുമുണ്ട്. പല സ്ഥലങ്ങളിൽ ഇവിടെ ഇന്ത്യയിലെ പല രാജ്യങ്ങളിലും നടത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയിലും മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇതിനൊക്കെ കഴിവുണ്ട്. ആ കഴിവിനെ ഞാൻ പഠിച്ച് മനസ്സിലാക്കുകയും ആദ്യഭാവം കലണ്ടർ ശരിയായി പഠിക്കുകയും അവസാനമായി സൗദി അറേബ്യയിൽ നമ്മുടെ ഒരു വലിയ ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ അബ്ദുൽ ഉണ്ടായിരുന്നു. അദ്ദേഹം നാഗപ്പൂർക്കാരനായിരുന്നു. സൗദി സിറ്റിസനായിരുന്നു. സൗദി അറേബ്യയിലാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തിന് 86 വയസ്സായി. അപ്പോൾ ആ നിലയിലും അദ്ദേഹത്തിന് ഒരു കലണ്ടർ പുസ്തകം മുസ്ലിം ലോകത്തിന് സംഭാവന ചെയ്യുവാൻ സാധിച്ചു എന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അതിന് ഹിജ്റ 1 മുതൽ 2000 വരെയുള്ള ഒരു കലണ്ടർ പുസ്തകം രചിച്ചിട്ടുണ്ട്. അത് അവൈലബിളാണ്. അത് പ്രകാരം ഈ നമ്മൾ അടിക്കുന്ന എല്ലാ കലണ്ടറുകളും തിരിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നം ജീവിക്കുന്നതൊക്കെ എനിക്ക് യാതൊരു സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെപ്പറ്റി കോളേജുകളും മറ്റ് സ്ഥാപനങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് തിരുത്താൻ പറ്റും എന്നും ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി അതിൻ്റെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് കലണ്ടറുകൾ തിരുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം ശരിയാകും. വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് ചന്ദ്രമാസം കലണ്ടറിനെ കുറിച്ച് ഒരു സംവാദം നടന്നിരുന്നല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കിയാൽ കൊള്ളാമായിരുന്നു. അതിന്റെ അനന്തരഫലങ്ങൾ എന്തായിരുന്നു? ഹലോ സർ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് ഒരു സംവാദം നടന്നിട്ടുണ്ട്. ചന്ദ്രമാസക്കാരനെ കുറിച്ച് ഒരു സംവാദം നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഞാൻ കണ്ട രീതിയിൽ അത് ഏകദേശം ഒന്നും അല്ലാത്ത രീതിയിലാണ് പെരുത്തത്. അതിനെക്കുറിച്ച് സാങ്കേതിക ഒന്ന് വിശദമാക്കാമോ? ചന്ദ്രമാസക്കാരനെ കുറിച്ച് മലപ്പുറത്ത് ഒരു സംവാദം നടന്നിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അത് ഇന്നും എത്തിയില്ല ആ ചർച്ച. ഏകദേശം കുറച്ച് ഭാഗങ്ങൾ മാത്രമാക്കി അത് ചർച്ച അനുകരിഞ്ഞു. അത് തുടർ ചർച്ച ഉണ്ടായിരുന്നോ, അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തായിരുന്നു? ഈ മലപ്പുറത്ത് വെച്ച് നടന്ന സംവാദത്തിൽ അവര് ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഇത് പഠിച്ച വ്യക്തികൾ ആണ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടത്. ഇതെന്താണ് ചന്ദ്രമാസം, എന്താണ് ഇതിന്റെ ശാസ്ത്രീയത, എന്താണ് ഖുർആനിലും ഹദീസിലും ഇതിനെപ്പറ്റി വന്നത് എന്താണ്, ഇതെല്ലാം അറിഞ്ഞ ഒരു വിഭാഗമാണ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ ഞാനിത് സ്വന്തമായി പഠിക്കുകയും മനസ്സിലാക്കുകയും, അതായത് 65 മുതൽ 87 വരെ ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചു. ഞാനൊരു നാവിക ശാസ്ത്രജ്ഞനാണ്. എൻ്റെ ചെറുപ്പകാലത്തിൽ നമ്മുടെ പായ് കപ്പലിൽ ദ്വീപിൽ നിന്ന് കരയിലേക്കും കരയിൽ നിന്ന് ദ്വീപിലേക്കും പല പ്രാവശ്യം പോയിട്ടുണ്ട്. അതിൽ ഞാൻ നാവികശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. പക്ഷേ ഈ ചർച്ച ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ നാവികശാസ്ത്രം എന്താണെന്നും ആകാശത്തെ പറ്റിയുള്ള വിവരങ്ങളൊന്നും അവർക്കില്ല.
ഹിലാൽ കാണുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് അവർ നിൽക്കുന്നത്. അത് ശരിയല്ല. സൂര്യനും ചന്ദ്രനും കൃത്യമായി ചലിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രലോകം വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ചന്ദ്രന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിന്ന് നോട്ടിക്കൽ എലമെന്റിൽ ലഭ്യമാണ്. പക്ഷെ ഇന്ന് അതെല്ലാം നമ്മുടെ മൊബൈലിൽ തന്നെ ഉണ്ട്. അതിലെ ആപ്പുകളുണ്ട്. അതിൽ നമുക്ക് സൂര്യനെയും ചന്ദ്രനെയും അത് ഏത് ദിവസം ഏത് സ്ഥലത്താണ് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കും എന്നൊരവസ്ഥയിലാണ് നാം ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇല്ലാതെ കണ്ടോ ഇല്ലേ എന്ന് പോയി നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ നമസ്കാരത്തിന് സൂര്യനെ നോക്കാറില്ല, ഘടികാരം നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ചന്ദ്രമാസത്തിന്റെ തീയതികളും കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ റമദാൻ വരാൻ പോവുകയാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാം റമദാൻ തുടങ്ങുന്നത് ഒരു ചൊവ്വാഴ്ചയാണ്. അത് 29 ദിവസങ്ങൾ മാത്രമേ ഈ റമദാനിലുണ്ട്. ചൊവ്വാഴ്ച അവസാനിക്കും. ബുധനാഴ്ച ഈദുൽ ഫിത്തറിന്റെ സുദിനമാണ്. ആ ബുധനാഴ്ച ലോകം മുഴുവനും ഈദുൽ ആചരിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് പഠിക്കുകയും ആ കാര്യത്തിൽ അറിവുള്ള വ്യക്തികൾ ഇത് പഠിച്ച് മനസ്സിലാക്കുകയും സമൂഹത്തിന് ഈ നേർവഴി കാണിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറിന്റെ ഒരു മീനിന്റെ ഒരു കഥ അതൊന്നും വിവരിക്കാം. അതായത് ഞാൻ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ഉണ്ടായിരുന്നത്. കടലുമായിട്ട് നല്ല ബന്ധമുണ്ട്. മീൻ എനിക്ക് ചെറുപ്പത്തിൽ തന്നെ അറിയാം. അങ്ങനെ ആ ജോലിയിലുള്ളത് കൊണ്ട് ഞാൻ പല മീനുകളെയും കളക്ട് ചെയ്ത് മനസ്സിലാക്കിയത് പുതിയ 2 മീനുകൾ കിട്ടിയിരുന്നു. ഒരു മീനിന് അത് പേര് കണ്ടുപിടിക്കാൻ പറ്റാതെ മ്യൂസിയത്തിൽ അത് വെച്ചിരുന്നു. പിന്നീട് ആ മീൻ എങ്ങനെയോ കാണാതായി പോയി. ഒരു മീനിന് മാത്രമാണ് ശാസ്ത്രലോകം പേര് കൊടുത്തത്. അതിന്റെ പേരാണ് അബുദഗ്നം മണിപ്പാനി എന്ന്. അപ്പോൾ അങ്ങനെ പലതും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കിട്ടും. പല സാധനങ്ങളും അങ്ങനെയുണ്ട്. എൻ്റെ പേരിലുള്ള പിന്നെ എൻ്റെ മറ്റു ചില ജീവികളും ഞാൻ കണ്ടുപിടിച്ചതും എനിക്ക് കിട്ടിയതുമുണ്ട്. അതിൻ്റെ പേര് എൻ്റെ പേരിൽ വന്നില്ലെങ്കിലും അതിൻ്റെ വിവരങ്ങൾക്ക് കിട്ടിയും കണ്ടുപിടിച്ചത് ഇന്ന ആളാണെന്ന് അതിൽ കാണാം. 5 or 6 സ്പീഷീസ് എനിക്കിങ്ങനെ പുതിയ തരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സമുദ്രയാത്രത്തിൽ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു അപകടം ഉണ്ടായിട്ടില്ല. പക്ഷെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഒരു പ്രാവശ്യം ദ്വീപ് ഓടത്തിൽ യാത്ര ചെയ്യായിരുന്നു. മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ടു. കാറ്റ് ജലിക്കാതെ തുടങ്ങി കുറേ കാലം കറങ്ങി. പിന്നെ രണ്ടാമത് വന്നു. അങ്ങനെ വെള്ളമെടുത്തുകൊണ്ട് രണ്ടാമത് പോയി. ഈ കാസർഗോഡ് വന്നു. വെള്ളമെടുത്ത് പോയി. അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം നമ്മളൊരു വളരെ ദൂരത്ത് നടത്തുന്ന ഒരു കുട്ടികളുണ്ട്. അത് ഒരു ബോട്ടാണെന്ന് നമുക്ക് മനസ്സിലായി. നാം അതിൻ്റെ അടുത്തേക്ക് പോയ സമയത്ത് ചെറിയ ബോട്ടിൽ ഒരു 10-15 പേര് ഇരിക്കുകയാണ്. അതിന് വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഒരു 9ഓളം ദിവസങ്ങൾ കഷ്ടപ്പെട്ട് അവരെ കാണുന്നത്. എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ദ്വീപുകാര് അവരുടെ ഓടത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വിളക്കൊന്നും വെക്കുകയില്ല. വലിയ കപ്പലുകൾ പോകും. ആ കപ്പലുകൾക്ക് ഈ ഓടം രാത്രിയിൽ കാണില്ല. അങ്ങനെ അവരുടെ ഓടത്തിൽ ഒരു വലിയ കപ്പൽ അടിച്ച് ഓടം പൊളിഞ്ഞു പോയതാണ്. അവർ ഈ ചെറിയ ബോട്ടിൽ കയറി രക്ഷപ്പെട്ടതാണ്. അവരെ രക്ഷപ്പെടുത്തി അങ്ങനെയുള്ള സംഭവം ഉണ്ടാവില്ല. ഞാൻ ചെറുപ്പത്തില് കണ്ണൂരിൽ പഠിക്കാൻ വേണ്ടിയിരുന്നു. എൻ്റെ 9ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു. എന്നിട്ട് 5ാമത്തെ ക്ലാസ്സിൽ ചേർന്നു. അങ്ങനെ പഠിച്ചുകൊണ്ട് പോയി
കാരണം നമ്മൾ വേറെ പഠിക്കുന്നുണ്ടായിരുന്നു, നമുക്കൊരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മളെ എല്ലാം പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനേക്കാളും അധികം അറിവ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ല, അറിവല്ലേ നമുക്ക് ആവശ്യമുള്ളത്, പരീക്ഷ എന്തിനാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി എല്ലാ മെട്രിക്കുലേഷനിലുള്ള എല്ലാ പുസ്തകങ്ങളും വാങ്ങി പഠിച്ചു ഇവിടെ പരീക്ഷ എഴുതാൻ കേരളത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് വയസ്സായിട്ടില്ല, 2 വർഷവും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ പഠിക്കും. അതോടെ ഈ എക്സാമിനേഷനോട് ഇനി ഞാനൊരു എക്സാമിനേഷൻ പാസ്സായില്ല. അതുകൊണ്ട് അതിന്റെ ദോഷം എനിക്കുണ്ടായിട്ടില്ല, അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണാൻ ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ ഈ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇത്ര വേണ്ടു, നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് നല്ലപോലെ എല്ലാവർക്കും ബോധ്യമുണ്ടാകണമെന്നാണ് ഞാൻ ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ഞാൻ ഈ കാലില്ലാത്ത വ്യക്തികളുണ്ടല്ലോ, അവര് വളരെ കഷ്ടപ്പെട്ട് ഈ കൈ കൊണ്ട് ചുറ്റുന്ന സൈക്കിളിൽ ആണ് മിനിക്കോയിൽ ഉണ്ടായിട്ട് ഇവിടെ ഞാൻ കാണുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് അവർ തിരിക്കുന്നത്. അപ്പം അത് കണ്ടിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഒരു സൈക്കിൾ ഡിസൈൻ ചെയ്ത് തരാം. അങ്ങനെ മിനിക്കോയിൽ 2 പേർക്ക് ഈ സൈക്കിൾ, അതായത് അത് ഇലക്ട്രിക് ഡ്രൈവറിനാണ്. ആ സൈക്കിൾ വീട്ടിലും ഉപയോഗിക്കാം, റോട്ടിലും ഉപയോഗിക്കാം. അത് 2 എണ്ണം മിനിക്കോയിൽ 2 പേർ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കരുതുന്നത് നിങ്ങളെപ്പോലെയുള്ള ചാരിറ്റബിൾ സൊസൈറ്റികൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാറില്ലാത്ത ഈ ജനങ്ങൾക്ക് വളരെ എളുപ്പമുണ്ടാകും. അതിൻ്റെ എല്ലാ അറിവും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അതുപ്രകാരം ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഏതാണ്ട് 30,000 രൂപ കൊണ്ട് ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഈ പ്രോഗ്രാമിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ചോദ്യോത്തര വേള വളരെ ഭംഗിയായ രീതിയിൽ കഴിഞ്ഞു എന്ന് കരുതുന്നു. വളരെയേറെ സന്തോഷത്തോടുകൂടി കാസർഗോഡിന്റെ കാരുണ്യം വൈകി വന്ന വസന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന 2 മഹത് വ്യക്തിത്വങ്ങളെ കൊണ്ട് ഇവിടെ നടത്തപ്പെട്ട ഈ സുദിനത്തിൽ ഈ പ്രോഗ്രാമിനായി പങ്കെടുത്ത എല്ലാവർക്കുമുള്ള നന്ദി പ്രകാശന കർമ്മം ശ്രീ ഹമീദ് കാവൽ നിർവഹിച്ചു. വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടുകൂടിയുള്ള നമ്മുടെ ഈ ചടങ്ങ് അവസാന പരിപാടിയാണ്. നമ്മുടെ ഈ യോഗത്തിന് അതിഥിയായ എത്തിയ കണ്ടെത്തുന്നത് വ്യക്തിത്വമാണ് ശ്രീ അലി മണിക്കാരൻ, ശ്രീ കോഴിക്കോട് നാരായണൻ നായർ. അവരെ ഞാൻ ചന്ദ്രഗിരി കമ്മിറ്റിക്ക് വേണ്ടിയും മിഡൽസ് മീഡിയയ്ക്ക് വേണ്ടിയും നല്ലവരായ നാട്ടുകാർക്ക് വേണ്ടിയും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തപ്പെട്ട വിശിഷ്ട അതിഥികൾക്കെല്ലാവരും നാട്ടുകാർ എല്ലാവർക്കും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗം അധ്യക്ഷന്റെ അനുമതിയോടുകൂടി അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.